മുഖവരകൾ കൂടാതെ തിരുവഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുക. വളരെ ശാന്തമായി നിങ്ങളോട് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം ഈ പകലത്തെ ചിന്തയ്ക്ക് ആധാരമായി വായിക്കാം. ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 2-ാം വാക്യം. മതി. ആ വാക്യങ്ങൾക്കായി നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇനി എല്ലാവരും എൻ്റെ മുഖത്തോട്ട് നോക്കിയിരിക്കുക, ഒന്ന് ശ്രദ്ധിക്കുക. ഭക്തനായ ഇയ്യോബ് വർഷങ്ങളോളം അസാധാരണമായ ശാരീരിക ക്ലേശങ്ങളിലൂടെ, മാനസിക സംഘർഷങ്ങളിലൂടെ, സാമ്പത്തിക തകർച്ചകളിലൂടെ കടന്നുപോയ മനുഷ്യനാണ്. നാം പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഒരു കാലദൈർഘ്യം അദ്ദേഹത്തിൻ്റെ പ്രതിസന്ധിക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ തെളിവ് ഇയ്യോബിൻ്റെ പുസ്തകം 29-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ഇയ്യോബിൻ്റെ പുസ്തകം 29-ാം അധ്യായം 2-ാം വാക്യം. മതി മതി, ആ ഒരു പദം മതി. അയ്യോ, പണ്ടത്തെ മാസങ്ങളിലെ പോലെ, ദൈവം എന്നെ കാത്തുപോകുന്ന നാളുകളിലെ പോലെ ഞാനായെങ്കിൽ. മുമ്പിലത്തെ മാസങ്ങളെന്നല്ല, പണ്ടത്തെ മാസം. ഇപ്പം ചെറിയൊരു കാലദൈർഘ്യത്തിന് നമ്മൾ പണ്ടത്തെ എന്ന വിശേഷണം കൊടുക്കില്ല, അല്ലേ? അയ്യോ, പണ്ടത്തെ നാളൊക്കെ എന്നാ നല്ല നാളായിരുന്നു, എന്നാ നല്ല കാലമായിരുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നത് അല്പവർഷങ്ങൾ പിറകോട്ട് പോയിട്ടുള്ള കാലഘട്ടത്തെയാണ്. അപ്പം ഇയ്യോബിൻ്റെ പ്രതിസന്ധി എന്ന് പറയുന്നത് ഹ്രസ്വമായിരുന്നില്ല, ദീർഘവർഷങ്ങൾ ആ പ്രതിസന്ധിയിലൂടെ ഭക്തൻ കടന്നു പോകേണ്ടി വന്നു. അതുകൊണ്ടാണ് യാക്കോബ് അപ്പോസ്തലൻ യാക്കോബിൻ്റെ ലേഖനം 5:11 പറയുന്നത്, സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്ന് പുകഴ്ത്തുന്നു. യോബിൻ്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും ദൈവം വരുത്തിയ, കർത്താവ് വരുത്തിയ അവസാനം കണ്ടുപിടിക്കുന്നു. അപ്പൊ സഹിഷ്ണുതയ്ക്ക്, പ്രതിസന്ധിക്കല്ല, പ്രതിസന്ധിയിൽ പിടിച്ചു നിന്നതിന്, സഹിഷ്ണുത കാണിച്ചതിന് ഉദാഹരണമായി യാക്കോബ് അപ്പോസ്തലൻ എടുത്തു കാണിക്കുന്നത് ഇയ്യോബിൻ. അപ്പൊ ഇയ്യോബിന്റെ പ്രതിസന്ധി ദീർഘവർഷങ്ങളോളം നീണ്ടു നിന്നിരുന്നു. പക്ഷെ പ്രതിസന്ധിയേക്കാൾ തന്നെ തളർത്തിയ, അകാരണമായി താൻ പീഡിപ്പിക്കപ്പെടുന്നു, വേദനിക്കപ്പെടുന്നു, താൻ ഈ പ്രതിസന്ധിയിലൂടെ കടന്നു പോകത്തക്ക നിലയിലുള്ള യാതൊന്നും തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഭക്തനായിരുന്നിട്ടും വിശുദ്ധനായിരുന്നിട്ടും എന്നാൽ ആവോളം പരമാർത്ഥതയോടെ എല്ലാ തലങ്ങളിലും ജീവിച്ചിട്ടും എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു, എത്ര കുത്തിയിരുന്ന് ചിന്തിച്ചിട്ടും ഇയ്യോബിനൊരു മറുപടിയില്ല. അപ്പം തന്നെ വേട്ടയാടിയത് പ്രതിസന്ധിയേക്കാൾ അകാരണമായി താൻ വേദനിക്കപ്പെടുന്നു, താൻ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു എന്ന ചിന്തയായിരുന്നു. അവസാനം ആ പ്രതിസന്ധിക്ക് മറുപടിയുമായി ദൈവമെത്തി. ദൈവത്തെ മുഖാമുഖം കണ്ട് ആശയവിനിമയം നടത്തിക്കഴിഞ്ഞപ്പോൾ, ദൈവം പറഞ്ഞതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ തൻ്റെ തെറ്റിദ്ധാരണകളെല്ലാം മാറി. അകാരണമായി താൻ പീഡിപ്പിക്കപ്പെടുന്നു എന്ന ചിന്തകളെല്ലാം മാറിയ ഭക്തൻ പറയുകയാണ്, ദൈവമേ, അങ്ങയുടെ ഉദ്ദേശങ്ങളൊന്നും, ഒരു നല്ല ആമേൻ പറഞ്ഞ്, അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു. അർത്ഥം, ഉദ്ദേശങ്ങളില്ലാതെ അങ്ങൊന്നും ചെയ്യുന്നില്ല. എത്ര പേർക്ക് ഉപവാസ പ്രാർത്ഥനയിലൊന്ന് സ്തോത്രം ചെയ്ത് പറയാൻ കഴിയും? വ്യക്തമായ ഹിതങ്ങളില്ലാതെ, ഉദ്ദേശങ്ങളില്ലാതെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ദൈവമൊന്നും ചെയ്യുന്നില്ല. ദൈവം അനുവദിക്കുന്ന, ദൈവം ചെയ്യുന്ന ചെറുതും വലുതുമായ സകല കാര്യങ്ങളിലും തിന്മയ്ക്കല്ല നന്മയ്ക്ക് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഉദ്ദേശങ്ങളില്ലാതെ ദൈവം ഒന്നും ചെയ്യുന്നില്ല, ദൈവം ഒന്നും അനുവദിക്കുന്നില്ല. ഇനി
ദൈവത്തിന് ഉദ്ദേശമുണ്ടായിരുന്നു എന്നറിയാൻ സമയമെടുത്തൊന്നു വരാം. ഒരാമേനൊന്ന് പറയാവോ? ഇന്നതിനായിരുന്നല്ലോ അന്ന് ദൈവം അത് ചെയ്തത്, ഇന്നതിനായിരുന്നല്ലോ അന്ന് ആ തലങ്ങളിലൂടെ ദൈവം എന്നെ നടത്തിയതെന്ന് പിന്നീട് പിറകോട്ടിറങ്ങി തിരിഞ്ഞ് ചിന്തിച്ച് ദൈവത്തിന് സ്തോത്രം പറയത്തക്ക നിലയിൽ ദൈവം സാഹചര്യങ്ങളെ വ്യത്യാസപ്പെടുത്തും. യേശുവിന്റെ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. നമുക്ക് സുപരിചിതരായ ചില ഭക്തരെ നിങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് തന്ന്, ഉദ്ദേശങ്ങളില്ലാതെ ദൈവം ഒന്നും ചെയ്യുന്നില്ല എന്നൊന്ന് ബോധ്യപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് പരിചിതരാകുമ്പോൾ ഒത്തിരി വായിക്കേണ്ടി വരില്ല, അതുകൊണ്ട് നമുക്ക് പരിചിതരെ പരിചയപ്പെടാം. ഉൽപ്പത്തി പുസ്തകമാണ്. വായിക്കേണ്ട എന്നെ നോക്കിയിരുന്ന നമുക്ക് നമ്മുടെ നാവിലൊക്കെ തത്തിക്കളിക്കുന്ന സൺഡേ സ്കൂൾ പോലും പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മനഃപ്പാഠമായ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒത്തിരി വലിയ ആഴമൊന്നും പറയുന്നില്ല, ഹ്രസ്വമാണ്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, അബ്രഹാമേ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകൻ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ഞാൻ അവിടെ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കാം. ഇനി എല്ലാവരും എന്നോടൊന്ന് ശ്രദ്ധിച്ച്. ദൈവത്തിനറിയണം, എന്തോ അറിയണം, അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കിനെ യാഗം കഴിക്കുമോ എന്നറിയണം. അതും മാത്രം അറിയാനുള്ള ഒരു പരീക്ഷയായിരുന്നെങ്കിൽ അവനെ എവിടെയെങ്കിലും അങ്ങ് യാഗം കഴിക്കാൻ പറഞ്ഞാൽ പോരെ? ഹലോ, ഒന്ന് വന്നേ. ദൈവത്തിനറിയണം, എന്തോ അറിയണം, അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കിനെ യാഗം കഴിക്കുമോ എന്നറിയണം. അതറിയാൻ മാത്രമുള്ളൊരു പരീക്ഷയായിരുന്നെങ്കിൽ അവനെ എവിടെയെങ്കിലും അങ്ങ് യാഗം കഴിക്കാൻ പറഞ്ഞാൽ പോരെ? അബ്രഹാമിന്റെ വീട് മുതൽ മോറിയ വരെ 3 ദിവസത്തെ വഴിദൂരം. ആ 3 ദിവസത്തെ വഴിദൂരം യാത്ര ചെയ്ത് നിനക്കിഷ്ടമുള്ളിടത്തല്ല, ഞാൻ കൽപ്പിക്കുന്ന ഇടത്ത്, ഞാൻ കാണിക്കുന്ന ഇടത്ത് അവനെ ഹോമയാഗം കഴിക്കണമെന്ന് പറയുമ്പം ആ സ്ഥലത്തിനൊരു പ്രത്യേകതയില്ലേ? അത് ഞാൻ പിന്നീട് വ്യക്തമാക്കാം. അങ്ങനെയാണെങ്കിൽ അബ്രഹാമേ, നിന്റെ മകന്റെ ഹോമയാഗമല്ല, മരണമല്ല ദൈവത്തിന്റെ വിഷയം. അതിനപ്പുറത്ത് നിന്റെ സ്വപ്നത്തിൽ പോലും നീ ചിന്തിച്ചിട്ടില്ലാത്ത എന്തോ ചില ദൈവ പദ്ധതികൾ അതിന്റെ പിറകിൽ മറഞ്ഞിരിപ്പുണ്ട്. ഇന്ന് പകൽ ഉപവാസ പ്രാർത്ഥനയിൽ ആത്മനിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു, നിങ്ങൾ കടന്നു പോകുന്ന ചില പ്രതിസന്ധികളിൽ, ദൈവം നിങ്ങൾക്ക് അനുവദിക്കുന്ന ചില ശോധനകളിൽ, നിങ്ങൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത ചില ദൈവിക വഴികൾ മറഞ്ഞിരിപ്പുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് സങ്കടം മറന്ന് അധരം തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കൃപ പ്രാപിച്ച എത്ര ദൈവമക്കൾ ഇന്ന് പകൽ ഇതിനകത്ത് വന്നിരിപ്പുണ്ട്. അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ശിക്ഷയേക്കാൾ ഭയങ്കരമായ ശിക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രതീക്ഷ അല്ലേ? ആണോ? അതെ. നമുക്കൊരു അപകടം വരാൻ പോകുന്നു, അനർത്ഥം വരാൻ പോകുന്നു, ദുരന്തം സംഭവിക്കാൻ പോകുന്നു, പ്രതിസന്ധി സംഭവിക്കാൻ പോകുന്നു എന്നറിയുമ്പോൾ കയ്യും കെട്ടി വരുന്നിടത്ത് വെച്ച് കാണാമെന്നും പറഞ്ഞ് ഇരിക്കുന്നവരാരാ ഉള്ളേ? നമ്മുടെ പണം കൊണ്ടും നമ്മുടെ കഴിവ് കൊണ്ടും നമ്മുടെ സ്വാധീനം കൊണ്ടും അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്യും അല്ലേ? അല്പം കൂടെ മനസ്സിലാകാത്തവർക്ക് അല്പം കൂടെ നമ്മുടെ കുഞ്ഞുനാളിലേക്ക് നമുക്ക് തിരിച്ചൊന്ന് പോകാമേ. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളില്ല, അവർക്ക് മനസ്സിലാവില്ല ഞാനീ പറയുന്നത്, പക്ഷെ നമുക്ക് മനസ്സിലാവേ. ഒരു സ്കൂള്, ആ സ്കൂളിലെ 6ാം ക്ലാസ്സിൻ്റെ B ഡിവിഷൻ ഒന്ന് സങ്കല്പിക്കുക. കണക്കിൻ്റെ അധ്യാപകൻ ക്ലാസ് റൂമിലേക്ക് കയറി വന്നു. കുട്ടികളെല്ലാവരും ചാടി എഴുന്നേറ്റ് ഭയഭക്തി ബഹുമാന ആദരവോടെ ഗുഡ് മോർണിംഗ്. കുഞ്ഞുങ്ങളെ നോക്കി സാറും തിരിച്ച് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് പ്ലീസ് സിറ്റ് ഡൗൺ പറഞ്ഞു. എല്ലാവരും ഇരിക്കാൻ പറഞ്ഞു. കുഞ്ഞുങ്ങളെല്ലാവരും ഇരുന്നു. ഇരുന്ന കുട്ടികളെ നോക്കി സാറ് ചിരിച്ചു. പക്ഷെ കുഞ്ഞുങ്ങളാരും തിരിച്ച് ചിരിച്ചില്ല. കാരണം അടുത്തത് എന്താ നടക്കാൻ പോകുന്നത് എന്ന നല്ല ബോധ്യം അവർക്കുണ്ട്. സാർ ആ ക്ലാസ് റൂമിലൂടെ ഒക്കെ 1-2 പ്രാവശ്യം വലം വെച്ച് നടന്നു. നടപ്പൊക്കെ കഴിഞ്ഞ് മുന്നേ വന്നു. ഒന്നാമത്തവൻ്റെ അടുക്കൽ ചെന്നിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. എഴുന്നേറ്റ് നിന്നു. സാർ അവനോട് ചോദ്യം ചോദിച്ചു. അവൻ ഗുണവും ദോഷവും മറുപടിയൊന്നും
40 പേരോടും ചോദ്യം ചോദിച്ചു. 40 പേര് ആ ക്ലാസ്സിലുണ്ട്. 40 പേരോടും ചോദ്യം ചോദിച്ചു. ഏതാണ്ടൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നും ഉത്തരമായിരുന്നില്ല. കോപഗ്രന്ഥനായ അധ്യാപകൻ മേശപ്പുറത്ത് വെച്ചിരുന്ന ചൂരൽ തൻ്റെ കയ്യിലെടുത്ത് ഒന്നാമനോട് കൈ നീട്ടാൻ പറഞ്ഞു. നമ്മളിൽ പലരും കൈ നീട്ടി നിന്നിട്ടുള്ളത് പോലെ കണ്ണടച്ച് കഴുത്തും തിരിച്ച് കയ്യും നീട്ടി അയ്യോഭാവത്തിൽ അവനങ്ങനെ നിൽക്കുകയാണ്. അവനങ്ങനെ കയ്യും നീട്ടി കഴുത്തും തിരിച്ച് നിൽക്കുമ്പോൾ അധ്യാപകന്റെ ചൂരൽ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു. 2 അടി അവന്റെ കൈവെള്ളയിൽ വന്നു വീണു. അടി കിട്ടിയതും വേദന കൊണ്ട് അവൻ കൈതിരുമ്മി. അവൻ വേദന കൊണ്ട് കൈതിരുമ്പുമ്പോൾ ബാക്കി 39 പേരും കൈതിരുമുകയാണ്. അവർക്ക് ടാർഗറ്റും കിട്ടിയിട്ട് തിരുമുന്നതല്ല, കിട്ടാൻ പോകുന്നത് കൊണ്ട് കൈതിരുമുന്നതാണ്. 2-മനെ അടിച്ചു, 3-മനെ അടിച്ചു, 4-മനെ അടിച്ചു. അടി 39-മത്തവൻ്റെ അടുക്കൽ വന്നു നിൽക്കുകയാണ്. ആ പാവത്തിൻ്റെ നിപ്പ് നിങ്ങൾ കണ്ടോ? അവൻ കണ്ണടച്ച് കഴുത്തും തിരിച്ച് കയ്യും നീട്ടി നിൽക്കുമ്പോൾ മനസ്സിൽ സാറ് കേൾക്കാതെ പറയുന്നൊരു പദമുണ്ട്. സാറേ സാറേ പതിയെ തല്ലണേ. സാറിന് തല്ലിത്തല്ലിയ പരിചയം എനിക്കോ കൊണ്ടുകൊണ്ടാ ശീലം. എൻ്റെ സാറേ അടിയെങ്ങാനും മുറുകിപ്പോയ കൈവെള്ളം പൊട്ടാൻ സാധ്യതയുണ്ട്. പതിയെ തല്ലണേ എന്നുള്ള പരുവത്തിൽ അവനിങ്ങനെ കയ്യും നീട്ടി നിൽക്കുമ്പോൾ 40-മത്തവൻ അടുത്തത് എനിക്കിട്ടാണല്ലോ എന്നോർത്ത് കയ്യും തിരുമ്മി നിൽക്കുകയാണ്. 40-മത്തവൻ കയ്യും തിരുമ്മി നിൽക്കുമ്പോൾ 39-മത്തവൻ കയ്യും നീട്ടി നിൽക്കുമ്പോൾ 1-മനും 2-മനും അടി നേരത്തെ കിട്ടിയതിനാലും അടിയുടെ വേദന പോയതിനാലും സാറ് പിറകിലാകിയാലും അവന്മാർ പേപ്പർ കീറി ബോട്ട് കോട്ടിക്കൊണ്ടിരിക്കുകയാണ്. നേരെ തിരിച്ച് അടി 40-മത്തവനെ തുടങ്ങിയിരുന്നെങ്കിൽ 1-മൻ ഇപ്പോൾ കയ്യും തിരുമി നിന്നേനെ, 2-മൻ കയ്യും നീട്ടി നിന്നേനെ. 39-മത്തവനും 40-മത്തവനും അടി നേരത്തെ കിട്ടി, അടിയുടെ വേദന പോയി സാറ് മുൻപിലാകിയാൽ അവന്മാർ പേപ്പർ കീറി ബോട്ടുണ്ടാക്കിയേനെ. ഞാനീ പറഞ്ഞത് ശിക്ഷയേക്കാൾ ഭയങ്കരമാണ് ശിക്ഷയ്ക്കു വേണ്ടിയുള്ള പ്രതീക്ഷ. ഈ പശ്ചാത്തലത്തിൽ വേണം അബ്രഹാമിൻ്റെ 3 ദിവസത്തെ യാത്ര നിങ്ങൾ എടുത്തു പരിശോധിക്കാൻ കേട്ടോ. അതത്ര ഈസി ആയിരുന്നില്ല. നെരിപ്പോടിനകത്തുമി നീറുന്നത് പോലെ നീറിയ മനുഷ്യൻ യാത്ര ചെയ്യുകയാണ്. ആ നീറ്റൽ, ആ വേദന 3 ദിവസമാണ്. അബ്രഹാമിൻ്റെ വീട് മുതൽ മോറിയ മല വരെ 3 ദിവസത്തെ വഴിദൂരം. അവസാനം ആ യാഗഭൂമി ദൈവം കാണിച്ചു കൊടുത്തു. ദൈവം യാഗഭൂമി കാണിച്ചു കൊടുക്കുമ്പോൾ അപ്പനും മകനും കൂടെ മലയുടെ കയറ്റം കയറുകയാണ്. കയറുന്നതിനിടയ്ക്ക് ഇസഹാക്ക് ചോദിക്കുന്നൊരു ചോദ്യം, അപ്പാ തീയുണ്ട്? അറിയാവുന്നവർ ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞ്, തീയുണ്ട്, വിറകുണ്ട്, ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ? അതിന് അബ്രഹാം പറയുന്ന മറുപടി, മകനെ, യഹോവ തനിക്ക് ഹോമയാഗത്തിന് ഒരാട്ടിൻകുട്ടിയെ കരുതിക്കൊള്ളും. നമ്മൾ അതിന് പറയുന്നത് അതൊരു വിശ്വാസത്തിൻ്റെ പദമാണ്. യഹോവ ഇര്, ദൈവം കരുതും, വിശ്വാസത്തിൻ്റെ പദമാണെന്നാണ് പറയാറുള്ളത്. ഞാനതിനെ എതിർക്കുന്നില്ല, അത് വിശ്വാസത്തിൻ്റെ പദം തന്നെയാണ്. പക്ഷേ അതിനൊരു മറുവശം കൂടുണ്ട്. എന്താ മറുവശം കൂടുണ്ടെന്നറിയാമോ? അത് ഒരു പരിഹാര മാർഗം. മകനെ, നീയാണ് യാഗവസ്തു എന്ന് അപ്പന് മകനോട് പറഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. പക്ഷെ ആ സത്യം തുറന്നു പറഞ്ഞാൽ മകൻ വേദനിക്കും. സ്വന്തം മകൻ, ആ മകന്റെ പുറത്ത് വിറകിരിപ്പുണ്ട്, ആ കയറ്റം കയറുകയാണ്. ഈ സത്യം മകനോട് തുറന്നു പറഞ്ഞാൽ സ്വന്തം മകൻ വേദനിക്കുന്നത് കാണാൻ അപ്പനു ത്രാണിയില്ലാത്തത് കൊണ്ട് ആ പിതൃഹൃദയത്തിൽ നിന്ന് പറയുന്ന പരിഹാര മാർഗമാണ് യഹോവ കരുതിക്കൊള്ളുമെന്ന പദപ്രയോഗം. നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിക്കാമോ? പുറമേ നോക്കിയാൽ അബ്രഹാമിൽ ഒരു ഭാരവും കാണാനില്ല. കാരണം ഭാരം ഇരിക്കുന്നത്, വിറക് കെട്ടിരിക്കുന്നത് ഇസഹാക്കിന്റെ ചുമലിലാണ്. പുറമേ നോക്കിയാൽ അബ്രഹാമിൽ ഒരു ഭാരവും കാണാനില്ല. മനുഷ്യര് പറയാൻ സാധ്യതയുള്ള കമന്റ്സ്, എന്തു ഭാഗ്യവാനായ മനുഷ്യനാണ്, മനുഷ്യനായിട്ട് ജീവിക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തെ പോലെ ജീവിക്കണം. സ്നേഹിക്കുന്ന ഭാര്യ, അനുസരിക്കുന്ന മകൻ, ഇഷ്ടം പോലെ ദാസിദാസന്മാര്, ഇട്ടുമൂടാൻ സ്വത്ത് സമ്പത്ത്, എന്തിന്റെ കുറവാ? എന്തൊരു ഭാഗ്യവാന. ലോകത്തിലുള്ളവരെല്ലാം അബ്രഹാമിനെ പുറമേ നോക്കിയാൽ അങ്ങനെയേ പറയാൻ കഴിയൂ. പക്ഷെ ലോകത്തിൽ ആരോടും പറയാൻ കഴിയാത്ത, എന്തിനേറെ പറയുന്നു, സ്വന്തം ജീവിത പങ്കാളിയായ സാറായോട് പോലും എവിടെ പോകുന്നു, എന്തിനു പോകുന്നു എന്ന് പറയാൻ കഴിയാത്ത, കൂടെ 3 ദിവസം നടന്ന ഭൃത്യന്മാർ
വീട്ടുകാരോട് പറയാൻ കഴിയാത്ത, ഇപ്പൊ കൂടെ നടക്കുന്ന സ്വന്തം മകനോട് പോലും പറയാൻ കഴിയാത്ത ഒരു സ്വകാര്യ വ്യത അപ്പന്റെ അകത്തുണ്ട്. അതറിയാവുന്നത് സർവശക്തനും മാത്രമാണ്. ഇന്ന് പകൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം നല്ലതാണ്, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ മെച്ചമാണ്, പുറമേ നോക്കിയാൽ നിങ്ങളിൽ ഒരു പ്രതിസന്ധിയും ആർക്കും കാണാനോ നിങ്ങൾ കടന്നു പോകുന്ന പ്രതിസന്ധിയുടെ ആഴം ആർക്കും തിരിച്ചറിയാനോ കഴിയില്ല. എന്നാൽ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു, ആരോടും തുറന്നു പറയാത്തതും ആർക്കും പുറമെ അറിയാൻ കഴിയാത്തതുമായ സ്വകാര്യ വ്യഥകളിലൂടെ, നമ്പരങ്ങളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ താങ്കളുടെ സ്വകാര്യ വ്യഥകൾ എന്റെ ദൈവം അറിയുക മാത്രമല്ല, അതിന് പരിഹാരം വരുത്താനും എന്റെ ദൈവം വിശ്വസ്തനാണെന്ന് ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ ദൂത് വിളിച്ചു പറയുമ്പോൾ എന്നോട് ചേർന്ന വിശ്വാസത്താൽ ആമേൻ പറഞ്ഞ് അത് ഏറ്റെടുക്കുന്ന എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. കാനാവിലെ കല്യാണ വീട് നിങ്ങൾ കണ്ടോ? ആ വീട് പുറമെ മോടിയുള്ള വീടാണ്. എത്ര പേരാ വീട്ടിലേക്ക് വരിക? ക്ഷണിക്കപ്പെട്ടവരെല്ലാം സന്തോഷത്തോടെ വരുന്നുണ്ട്. വരുന്നവരെ അവർ ഹൃദ്യമായി സ്വീകരിക്കുന്നുണ്ട്. എത്രയോ പേരാണ് ഫംഗ്ഷൻ കഴിഞ്ഞ വീട്ടിൽ നിന്ന് പോകുന്നവരെ അവർ സന്തോഷത്തോടെ യാത്രയാക്കുന്നുണ്ട്. പക്ഷെ വരുന്നവരോടും പോകുന്നവരോടും ആത്മാഭിമാനം നിമിത്തം തുറന്നു പറയാൻ കഴിയാത്ത ഒരു സ്വകാര്യ വ്യത ആ വീടിനകത്തുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ പ്രിയ കർത്താവ് ആ സ്വകാര്യ വ്യത അറിയുക മാത്രമല്ല, നാലാൾ അറിയുന്നതിനു മുമ്പ് ആ പ്രതിസന്ധി പരിഹരിച്ച് തൻ്റെ മഹത്വം അവിടെ വെളിപ്പെടുത്തിയെങ്കിൽ ഇന്ന് പകൽ ഉപവാസ പ്രാർത്ഥനയിൽ ഉപവസിക്കുന്നവരോട്, പ്രാർത്ഥിക്കുന്നവരോട്, ആത്മനിയോഗത്തിൽ ദൈവത്തിന് നന്ദി പറയുന്നവരോട് ഞാൻ വിളിച്ചു പറയുകയാണ്, ചില സ്വകാര്യ വ്യഥകളുടെ നടുവിൽ എത്തും പിടിയുമില്ലാതെ അപരിഹാര്യമെന്ന് ചിന്തിക്കുന്ന ചില പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരോട് ഇന്ന് പകൽ ദൈവാത്മാവ് ഇടപെടുകയാണ്. വിഷയങ്ങൾ ദൈവം ഇടപെട്ട് ദൈവിക മഹത്വം വെളിപ്പെട്ട് നിങ്ങളുടെ മുഖത്തെ ആദരിക്കാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ദൈവിക ദൂത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. വിശ്വസിക്കുന്നവരെ കരമടിച്ച് അല്പനിമിഷം ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി ഇന്ന് പകൽ ഇതിനകത്ത് ചലിക്കട്ടെ. കർത്താവ് ഇന്ന് പകൽ ചിലരെ തൊടുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ചിലരെ ആശ്വസിപ്പിക്കുകയാണ്. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഗെത്സമനെ തോട്ടത്തിലേക്ക് നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് വരാമോ? യേശു കർത്താവ് പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും വിട്ട് ഒരു കല്ലേറ് ദൂരത്തോളം പോയി പ്രാർത്ഥിച്ചു. എന്തിനാ ഒരു കല്ലേറ് ദൂരത്തോളം പോയി പ്രാർത്ഥിച്ചത്? എബ്രായ ലേഖകൻ ആ പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നു, ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിച്ചു. ഒരാമേൻ എന്ന് പറഞ്ഞു വന്നേ. എന്തിനാ ഒരു കല്ലേറ് ദൂരത്തോളം ഇവരെ വിട്ടുപോയത്? ഒരു കല്ലേറ് ദൂരത്തോളം ഇവരെ വിട്ടുപോകാൻ കാരണം യേശു കർത്താവ് ഉറക്ക നിലവിളിച്ചു. ആ നിലവിളിക്കുന്നത് ഇവര് കേൾക്കാൻ യേശു ആഗ്രഹിച്ചില്ല. അവരൊട്ട നിലവിളി കേട്ടുമില്ല. അപ്പൊ അവരറിയാതെ ഉറക്ക നിലവിളിക്കാനാണ് യേശു അവരെ വിട്ടൊരു കല്ലേറ് ദൂരത്തോളം പോയത്. തന്റെ നിലവിളി അവർ കേൾക്കാൻ യേശു ആഗ്രഹിച്ചില്ല. ശിഷ്യന്മാരൊട്ട നിലവിളി കേട്ടുമില്ല. എന്തിനൊരു കല്ലേറ് ദൂരത്തോളം പോയി? തൻ്റെ മാനസിക വ്യഥയുടെ ആഴം ഇവരറിയാൻ എൻ്റെ രക്ഷിതാവില്ല. മാനസിക വ്യഥയുടെ ആഴം അറിയണമെങ്കിൽ തിരുവഴുത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, രക്തം
എല്ലാവരും ആമേൻ പറഞ്ഞേ. രക്തം വിയർപ്പു തുള്ളി പോലെ രോമകൂപങ്ങളിലൂടെ പുറത്തു ചാടി. രക്തം വിയർപ്പു തുള്ളി പോലെ രോമകൂപങ്ങളിലൂടെ പുറത്തു ചാടണമെങ്കിൽ എൻ്റെ രക്ഷിതാവ് അനുഭവിച്ച മാനസിക സംഘർഷത്തിൻ്റെ ആഴം. ഇനി അടുത്തൊരു ചോദ്യം കൂടെ ചോദിക്കാൻ പോകാം. യേശുവിനെ അത്രമാത്രം മാനസികമായി തകർത്ത സംഗതി എന്താ? രക്തം വിയർപ്പ് തുള്ളി പോലെ രോമകൂപങ്ങളിലൂടെ പുറത്ത് ചാടത്തക്ക നിലയിൽ യേശുവിനെ മാനസികമായി ഗത്സമനിയിൽ തകർത്തത് എന്താ? മരണഭയമാണോ? ഒരാമേനെന്ന് പറഞ്ഞു. അല്പസമയം കഴിയുമ്പോൾ പിതാവേ എന്നെ വിസ്തരിക്കാൻ പോകുന്നു, പുറമടിച്ച് കീറാൻ പോകുന്നു, ക്രൂശിൽ തറയ്ക്കാൻ പോകുന്നു. ആ ഭയമാണോ, ആ സംഘർഷമാണോ യേശുവിനെ മാനസികമായി തകർത്തത്? ഒരു ഉദാഹരണം പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളൊക്കെ ജീവിക്കാൻ ജനിച്ചവരല്ലേ? ആണോ? അതെ. നമ്മുടെ ചില രാഷ്ട്രീയ പാർട്ടിയുടെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ പ്രകടനം നടത്തുമ്പോൾ ഉശിര മുദ്രാവാക്യം വിളിക്കുന്നത് കേട്ട് ഞാൻ സന്തോഷിച്ചിട്ടുണ്ട്. മരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല, അല്ലേ? കരയാൻ ഞങ്ങൾക്ക്, നിങ്ങളാരും കേട്ടിട്ടില്ല എറണാകുളമായിട്ട്, മരിക്കാൻ ഞങ്ങൾക്ക്. മനുഷ്യന് മരിക്കാൻ മനസ്സില്ല. നമ്മളാരും മരിക്കാൻ ജനിച്ചവരല്ല, മരിക്കാൻ ജീവിക്കുന്നവരുമല്ല. എങ്ങനെങ്കിലും ജീവിക്കാനായിട്ടുള്ള ബദ്ധപ്പാടാ. അതാ ശരി. നമ്മൾ പിന്നെ മരിക്കുന്നത് എന്തുകൊണ്ടാ? മരിക്കേണ്ടി വരുന്നത് കൊണ്ട്, അതിന് മറുമരുന്നില്ലാത്തത് കൊണ്ട്, നമ്മുടെ ഗതികേട് കൊണ്ടും നിസ്സഹായത കൊണ്ടും മനുഷ്യൻ അതിന് വിധേയപ്പെട്ടു കൊടുക്കുന്നതാണ്. അല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? മരണം താല്പര്യമില്ല. അപ്പം നമ്മളെല്ലാം, മനുഷ്യരെല്ലാം ജീവിക്കാൻ ജനിച്ചവരാണ്. പക്ഷേ മരിക്കാൻ വന്ന ഒരേ ഒരാൾ. യേശു ജീവിക്കാൻ വന്നതല്ല, യേശു മരിക്കാൻ വന്നതാണ്. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? ഒന്നുകൂടെ പറയാം. മനുഷ്യരെല്ലാം ജീവിക്കാൻ വന്നു, എന്നാൽ ബോധപൂർവം മരിക്കാൻ മണ്ണിൽ വന്ന് ഒരേ ഒരാൾ, അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. കരമുയർത്തി ആമേൻ പറയാൻ എത്ര പേർക്ക് കഴിയും? അപ്പം മരണം യേശുവിന് ആകസ്മികമല്ല. എപ്പോ മരിക്കും? എവിടെ മരിക്കും? എങ്ങനെ മരിക്കും? യേശുവിന് പൂർണ്ണ ബോധ്യമില്ലേ? ആണോ? യാദൃച്ഛികമല്ലത്. ഹേരോദാവ് നിന്നെ കൊല്ലുമെന്ന് പറയും. ആ കുറുക്കനോട് പറ, ഇന്നും നാളും മറ്റന്നാളും ഞാൻ മിനിസ്റ്റർ ചെയ്യും. നിർണയിക്കപ്പെട്ട സമയത്ത് നടക്കും. സ്തോത്രം. യേശുവിന് മരണം ആകസ്മികമല്ല, കൃത്യബോധ്യമുണ്ട്. മരിക്കാനായിട്ട് തന്നെയാണ് കർത്താവ് വന്നത്. കർത്താവ് മരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു, എൻ്റെ പൊന്നു കർത്താവേ, അങ്ങനൊന്നും പറയല്ലേ, ഞങ്ങൾക്ക് താങ്ങാൻ വയ്യേ, നെഗറ്റീവ് ഒന്നും പറയല്ലേ, മരിക്കുമെന്നൊന്നും പറയല്ലേ. ഉടനെ കർത്താവ് പറഞ്ഞു, പോ സാത്താനെ, നീ എനിക്ക്. പത്രോസ് നല്ല കാര്യമല്ലേ പറഞ്ഞേ? കർത്താവേ, അങ്ങ് മരിക്കല്ലേ, മരിക്കുമെന്നൊന്നും പറയല്ലേ എന്നല്ലേ പറഞ്ഞേ. പക്ഷെ കർത്താവ് പറഞ്ഞു, പോ സാത്താനെ, നീ എനിക്ക്. ഞാൻ വന്നേ എന്നല്ലേ യേശു പറഞ്ഞതിൻ്റെ അർത്ഥം? ഒരാമേനെന്ന് പറ. മരണം ഒഴിവാകണമെന്ന് പറഞ്ഞ പത്രോസിനെ അതിൻ്റെ പിന്നിലെ ചിന്തയെ കർത്താവ് ശാസിച്ചില്ലേ? അങ്ങനെയാണെങ്കിൽ മരണഭയമാണോ യേശുവിനെ മാനസികമായി തളർത്തിയത്? അതാ എൻ്റെ ചോദ്യം. അല്ല. കാരണം മരണത്തെ അങ്ങനെ ഭയപ്പെടേണ്ട കാര്യം കർത്താവിനില്ല. കാരണം ഈ മന്ദിരം പൊളിപ്പീൻ. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്ത് പറ, ഈ മന്ദിരം പൊളിപ്പീൻ. 3 ദിവസം കൊണ്ട് ഞാൻ അതിനെ പണിയുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. മരിച്ചാലും ഉയർക്കുമെന്ന് യേശുവിന് ഉറപ്പല്ലേ? അങ്ങനെയാണെങ്കിൽ പിന്നെ കർത്താവിന് എന്തും മരണഭയം? മരണഭയം യേശുവിനില്ല. മരണഭയമല്ല കർത്താവിനെ തളർത്തിയത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം, ഗത്സമനയിൽ രക്തം വിയർപ്പ് തുള്ളി പോലെ രോമകൂപങ്ങളിലൂടെ പുറത്തു ചാടത്തക്ക നിലയിൽ യേശുവിനെ മാനസികമായി തകർത്ത സംഗതി എന്താണ്? പ്രിയപ്പെട്ടവരെ, ഗത്സമനയിലാണ് ഒരു കൈമാറ്റം നടന്നത്.
ഏത് കൈമാറ്റമെന്നറിയാമോ? മുഴു ലോകത്തിൻ്റെയും പാപത്തിൻ്റെ വിഴുപ്പ് ഭാണ്ഡം യേശു തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തത് ഗത്സമനയിൽ വെച്ചാണ്. ഒരു തോട്ടത്തിൽ വെച്ച് മനുഷ്യൻ പാപം ചെയ്ത് ദൈവതേജസ്സും ദൈവമഹത്വവും നഷ്ടപ്പെടുത്തിയെങ്കിൽ ഒടുക്കത്തെ ആദാം ഗത്സമന തോട്ടത്തിൽ മുഴു മനുഷ്യവർഗത്തിൻ്റെയും പാപം തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തു. 1 പത്രോസ് 2:24 അറിയാവുന്നവർ ഒരുമിച്ചെന്ന് പറയാമോ? നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടുന്നതിന് യേശു തൻ്റെ ശരീരത്തിൽ, അതിന് അടിവരയിടണം, യേശു തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നു. ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. യേശു ക്രൂശ് ചുമന്നു. സത്യം സത്യം സത്യം. പക്ഷെ ക്രൂശിലല്ല നമ്മുടെ പാപങ്ങൾ ചുമന്നത്, തന്റെ ശരീരത്തിലാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയുന്നത്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഒടുക്കത്തെ ആദാമായി മാനവവർഗത്തിന്റെ പ്രതിനിധിയായി മണ്ണിൽ വന്ന കർത്താവ് മുഴു മനുഷ്യവർഗത്തിന്റെയും പാപത്തിന്റെ വിഴുപ്പ് ഭാണ്ഡം തന്റെ ശരീരത്തിലേക്ക് ഏറ്റെടുത്തത് ഗത്സമനയിൽ വെച്ചാണ്. ഈ ദൈവത്തിന്റെ പ്രത്യേകത എന്താ? പാപം കണ്ടുകൂടാതെ വണ്ണം ദൃഷ്ടിയുള്ളവനായ ദൈവം എന്നാണ് പ്രവാചകൻ ദൈവത്തെ വിശേഷിപ്പിക്കുന്നത്. പാപത്തെ നോക്കാൻ പോലും ദൈവത്തിന് കഴിയില്ല. സ്വർഗം പോലും തൃക്കണ്ണിന് വിശുദ്ധമല്ല എന്ന് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നു. അത്ര പരമപരിശുദ്ധനായ എന്റെ രക്ഷിതാവ് മുഴു ലോകത്തിന്റെയും പാപത്തിന്റെ വിഴുപ്പ് ഭാണ്ഡം തന്റെ ശരീരത്തിൽ ഏറ്റെടുക്കുമ്പോൾ ആ പാപത്തോടുള്ള അറപ്പ് നിമിത്തം, വെറുപ്പ് നിമിത്തം മാനസികമായി തകർന്നു. രക്തം വിയർപ്പു തുള്ളി പോലെ രോമകൂപങ്ങളിലൂടെ പുറത്തു ചാടി. എന്റെ അത്ര മാനസിക സംഘർഷമുണ്ടാക്കത്തക്ക നിലയിൽ അത്ര കഠിനമായിരുന്നു എന്റെയും നിങ്ങളുടെയും പാപം. എന്നാൽ ആ പാപപരിഹാരത്തിലൂടെ നമുക്ക് നിത്യത കൈമാറേണ്ടുന്നതിന് തനിക്ക് അറപ്പായിരുന്നിട്ടും തനിക്ക് വെറുപ്പായിരുന്നിട്ടും നമ്മോടുള്ള സ്നേഹം കൊണ്ട് ആ പാപത്തിന്റെ വിഴുപ്പ് ഭാണ്ഡം ഏറ്റെടുത്ത് എനിക്ക് പകരം മരിച്ച് ഇത്ര വലിയ രക്ഷ എനിക്കൊരുക്കി തന്ന യേശുവിന് നന്ദി എന്ന് പറയാൻ മനസ്സുള്ളവര് കരമടിച്ച് അല്പ നിമിഷം ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. യേശു കർത്താവിനായി എന്റെ പാപഭാരം ഏറ്റെടുത്ത് എനിക്ക് വേണ്ടി മരിച്ച് ഇത്ര വലിയ രക്ഷ സൗജന്യമായി തന്ന എന്റെ കർത്താവിന് ആരാധന. എത്ര പേർക്ക് ആമേൻ പറയാൻ സന്തോഷമുണ്ട്? അപ്പൊ ഒരു കല്ലേറ് ദൂരത്തോളം ഇവരെ വിട്ടുപോയി പ്രാർത്ഥിച്ചത്. തൻ്റെ മാനസിക വ്യഥയുടെ ആഴം ഇവരറിയാതെ യേശു മാനസികമായി തകർന്നു. രക്തം വിയർപ്പ് തുള്ളി പോലെ രോമകൂപങ്ങളിലൂടെ പുറത്തുചാടി. ഇവരതറിയാൻ യേശു ആഗ്രഹിച്ചില്ല, ഇവരൊട്ടറിഞ്ഞുമില്ല. യേശു ഉറക്കം നിലവിളിച്ചു, അവരത് കേട്ടില്ല, കേൾക്കാൻ യേശു ആഗ്രഹിച്ചില്ല. എൻ്റെ രക്ഷിതാവ് മാനസികമായി തകർന്നു, ഇവരതറിയാൻ യേശു ആഗ്രഹിച്ചില്ല, അവരൊട്ടറിഞ്ഞുമില്ല. അതുകൊണ്ട് അവിടെ സുഖമായി കിടന്നുറങ്ങി. എന്നാൽ പുത്രന്റെ നിലവിളി കേട്ട പിതാവ്, തൻ്റെ പുത്രന്റെ മാനസിക സംഘർഷം അറിഞ്ഞ സ്വർഗീയ പിതാവ് ഗെത്സമനിയിൽ യേശുവിനെ ശക്തിപ്പെടുത്താൻ, ശുശ്രൂഷിക്കാൻ ഒരു ദൂതനെ അയച്ചു കൊടുത്തു. ഇന്ന് പകൽ ഉപവാസ പ്രാർത്ഥനയിൽ ആത്മനിയോഗത്തോടെ ചിലരോട് ഈ ദൈവ ശബ്ദം ഞാൻ വിളിച്ചു പറയുകയാണ്. ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ, നൊമ്പരങ്ങൾ പലരും അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞാനായി അത് പറഞ്ഞു മറ്റൊരാൾക്ക് കൂടെ, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് കൂടെ ഞാനൊരു വേദന സമ്മാനിക്കുന്നില്ല. ഈ ദുഃഖം, ഈ വേദന, ഈ സങ്കടം ഞാനായി തന്നെ ഒതുക്കി സഹിച്ചുകൊള്ളാം എന്ന് ചിന്തിച്ച് നാളുകളായി പ്രതിസന്ധിയിൽ
വാക്കുകളിലൂടെ ആരോടും തുറന്നു പറയാൻ കഴിയാത്ത മാനസിക സംഘർഷങ്ങളിൽ വീർപ്പുമുട്ടുന്ന ആരെങ്കിലും ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ, തന്റെ പുത്രന്റെ നിലവിളി കേട്ട്, തന്റെ പുത്രന്റെ തകർച്ചയറിഞ്ഞ്, തന്റെ പുത്രന്റെ സാഹചര്യം അറിഞ്ഞ് ഗെത്സമനിയിൽ ദൈവം ദൂതനെ അയച്ചതുപോലെ നിങ്ങളുടെ പ്രതിസന്ധി അറിയുന്ന ദൈവം അതരം തുറന്ന് വിശ്വാസത്തോടെ ഇന്ന് മകൾ സ്തോത്രം ചെയ്തു പറ, അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ. എത്രത്തോളം സഹിക്കാൻ കഴിയുമെന്ന്, എത്രത്തോളം നിങ്ങൾക്കുള്ളിൽ കൊണ്ടു നടക്കാൻ കഴിയുമെന്ന്, എത്രത്തോളം ചുമക്കാൻ കഴിയുമെന്ന്, എത്രത്തോളം ദൂരം മുൻപോട്ട് പോകാൻ കഴിയുമെന്ന് നമ്മേക്കാൾ അറിയാവുന്ന പ്രിയ കർത്താവ് ആ പ്രതിസന്ധിക്കൊരു പരിഹാരം ഒരുക്കി തരുമെന്ന് ഞാൻ വിളിച്ചു പറയുമ്പോൾ എന്നോട് ചേർന്ന് ആധാരം തുറന്ന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് മകൾ ഹൃദ്യമായി ചിലരോട് ഇടപെടുകയാണ്. വിഷയത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. അപ്പനും മോനും കൂടെ ഇസ്ഹാക്ക് ചോദിക്കുകയാണ്, അപ്പ തീയുണ്ട്, വിറകുണ്ട്, കത്തി എല്ലാം ഉണ്ട്, പക്ഷെ ഹോമയാഗത്തിനുള്ള അവിടെ അവൾ പറഞ്ഞേ, മകനെ യഹോവ അതൊരു വിശ്വാസത്തിന്റെ പദം എന്നതിനേക്കാൾ അതൊരു പരിഹാര മാർഗമാണ്. അപ്പനും മോനും കൂടെ മോറിയ മലയുടെ മുകളിലെത്തി. വിശദീകരിക്കുന്നില്ല ഞാൻ. ആ മോറിയ മലയുടെ മുകളിലെത്തിയപ്പോ അവിടെ ഒരു യാഗപീഠമില്ല. ഉണ്ടോ? കർമ്മേലിൽ ഏലിയാവിന് യാഗപീഠം പുതുക്കി പണിയേണ്ടതായിട്ടേ വന്നുള്ളൂ. അർത്ഥം അവിടെ യാഗങ്ങൾ നടന്നിട്ടുള്ള സ്ഥലം, അത് ഇടിഞ്ഞു പോയെന്നേ ഉള്ളൂ, പുതുക്കി പണിയ. പക്ഷേ മോറിയായിൽ ഒരു യാഗം നടന്നിട്ടേയില്ല. അതുകൊണ്ട് തിരുവഴുത്ത് പറയുന്ന അബ്രഹാം കല്ല് പെറുക്കി ഹോമയാഗപീഠം പണിതു. ഞാൻ അവസാന ആ ഭാഗത്തേക്ക് വരാം. അവസാനം ആ ഹോമയാഗപീഠത്തിന്റെ പണി പൂർത്തീകൃതമായപ്പോൾ ഇനി അപ്പന് മകനോട് ആ സത്യം മറച്ചു വെക്കാൻ പറ്റില്ല. അവസാനം പറയാണ്, കുഞ്ഞെ നീയാണ് ആ യാഗവസ്തു. ഞാൻ പലപ്പോഴും സ്തോത്രം പറയാറുണ്ട്. താനാണ് ആ യാഗവസ്തു എന്ന് ഇസഹാക്ക് അറിഞ്ഞപ്പോ ഇസഹാക്ക് കുതറി ഓടിയില്ല. ഒന്ന് ശ്രദ്ധിച്ചേ നിങ്ങൾ. ഇസഹാക്കിന് അന്ന് ഏറ്റവും കുറഞ്ഞൊരു 33 വയസ്സുണ്ട്. ഒരാമയും പറഞ്ഞ് എന്നോട് വാ, ഏറ്റവും കുറഞ്ഞതൊരു. കാരണം ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായമാണല്ലോ ഇസഹാക്കിന്റെ യാഗം നടക്കുന്നത്. ആണോ? അതെ. 23-ാം അധ്യായത്തിലാണ് സാറായുടെ മരണം രേഖപ്പെടുത്തിയിട്ടുള്ളത്, അല്ലേ? സാറ മരിക്കുമ്പോൾ സാറായ്ക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? ഒരാമയും പറഞ്ഞൊന്ന് വന്നേ. സാറായിക്ക് 127 വയസ്സ്. എത്ര വയസ്സാണ്? 127 വയസ്സ്. സാറായുടെ 90-ാമത്തെ വയസ്സിലുള്ള മകനാണ് ആര്? ഇസഹാക്ക്. അങ്ങനെയാണെങ്കിൽ സാറ മരിക്കുമ്പോൾ ഇസഹാക്കിന് എത്ര വയസ്സുണ്ട്? ഒരാമയും പറ. 127. 90-ാമത്തെ വയസ്സിലല്ലേ? അപ്പം 37 വയസ്സ് പ്രായം ആർക്കുണ്ട്? ഇസഹാക്കിനുണ്ട്. അങ്ങനെയാണെങ്കിൽ 22-ാം അധ്യായത്തിനും 23-ാം അധ്യായത്തിനും ഇടയ്ക്ക് ഒരു ഇടവേള ഇട്ടാലും ഏറ്റവും കുറഞ്ഞത് 32-33 വയസ്സ് പ്രായം ആർക്കുണ്ട്? ഇസഹാക്കിനുണ്ട്. നല്ല ആരോഗ്യ ദൃഢഗാത്രനാണ്. ആരോഗ്യ ദൃഢഗാത്രനാണെന്നുള്ളതിൻ്റെ ഉറപ്പ് ആ മോറിയ മലയുടെ കയറ്റം ആ വിറകും ചുമ്മിക്കൊണ്ടല്ലേ ഇസഹാക്ക് കയറിയത്? ഒരു നല്ല ആമേനൊന്ന് പറ, അല്ലേ? അപ്പൊ ആ വിറക് ചുമ്മിക്കൊണ്ട് ആ കയറ്റം കയറാനുള്ള ആരോഗ്യവും ത്രാണിയും ആർക്കുണ്ട്? ഇസഹാക്കിനുണ്ട്. അപ്പ ഞാൻ നേരത്തെ ചോദിച്ചതല്ലേ യാഗത്തിനുള്ള ആട്ടുംകുട്ടി എവിടാന്ന്? അപ്പൊ എന്നാ പറഞ്ഞേ? ഒന്ന് പറഞ്ഞേ. അപ്പൊ എന്നാ പറഞ്ഞേ? യഹോവ. ഇപ്പൊ എന്നാ പറയുന്നേ? ഇപ്പൊ എന്താ പറയുന്നേ? നീയാണെന്ന്, ഞാനാണെന്ന്. അപ്പൻ എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് പിടികൊടുക്കാതെ കുതറി ഓടിയില്ല ഇസഹാക്ക്. താനാണ് യാഗവസ്തു എന്ന് വെളിപ്പെടുത്തപ്പെട്ടപ്പോൾ വെളിപ്പെടുത്തപ്പെട്ട ദൈവഹിതത്തിന് കൈകാലുകൾ കെട്ടപ്പെട്ട് വിധേയപ്പെട്ട് ആ യാഗവേദിയിൽ കിടത്തപ്പെടാൻ ഇസഹാക്ക് വിധേയപ്പെട്ടു കൊടുത്തു. ഇന്ന് മകൾ കൃപ ലഭിച്ച ദൈവമക്കളോട് വിളിച്ചു പറയുകയാണ്, ക്രിസ്തീയ ജീവിതത്തിന്റെ മർമ്മം
നിയമം ഇതാണ്: നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ സങ്കല്പങ്ങളും നമ്മുടെ താല്പര്യങ്ങളും ദൈവത്തെ കൊണ്ട് സാധിപ്പിച്ചെടുക്കുക എന്നതിനപ്പുറത്ത് ഒറ്റ ജീവിതമേ ഉള്ളൂ. അതെന്റെ ഇഷ്ടം ചെയ്ത് തീർക്കുക എന്നതിനപ്പുറത്ത് ആയുസ് തന്ന, ആരോഗ്യം തന്ന, ജീവൻ തന്ന, ജീവിതം തന്ന എൻ്റെ ദൈവത്തിന് എൻ്റെ കൊച്ചു ജീവിതത്തെ കുറിച്ച് ഒരു ഹിതമുണ്ട്, പദ്ധതിയുണ്ട്. ആ ദൈവഹിതത്തിന്, ആ ദൈവ ഇഷ്ടത്തിന് എന്നെ തന്നെ വലിച്ചെറിഞ്ഞു കൊടുക്കുന്നു, എന്നെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കുന്നു എന്ന് സ്തോത്രം ചെയ്ത് പറയാൻ മനസ്സുള്ള ദൈവമക്കൾ അധരം തുറന്ന് അല്പനിമിഷം ഇന്ന് മകൾ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തേ. അധരം തുറന്ന് ദൈവത്തോട് പറ: കർത്താവേ, എന്റെ ഇഷ്ടത്തിന്, എന്റെ താല്പര്യത്തിന് എന്നെ വിട്ടുകൊടുക്കാതെ അങ്ങയുടെ ഹിതം, അങ്ങയുടെ ഇഷ്ടം, അങ്ങയുടെ പദ്ധതി എന്റെ കൊച്ചു ജീവിതത്തിലൂടെ തികയ്ക്കണമേ, തികയ്ക്കണമേ. എന്നിലൂടെ, എന്റെ തലമുറയിലൂടെ, എന്റെ മിനിസ്ട്രിയിലൂടെ, എന്റെ കുടുംബത്തിലൂടെ അങ്ങയുടെ ഹിതം സമ്പൂർണമായി നിറവേറപ്പെടണമേ. അധരം തുറന്ന വാക്കിന് സ്തോത്രം പറയുന്ന എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ട്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു സമ്പൂർണ്ണ സമർപ്പണത്തിലേക്ക് ഇന്ന് മകൻ നമ്മെ വിളിക്കുകയാണ്. നാളിതുവരെ വെളിപ്പെടുത്തപ്പെട്ട ദൈവഹിതത്തിനു മുമ്പിൽ വിധേയപ്പെട്ടു കൊടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്തോത്രം, ഇന്ന് കർത്താവിനോട് പറ: ആ സമ്പൂർണ്ണ ദൈവഹിതത്തിന് ഞാൻ എന്നെ വിധേയപ്പെടുത്തി തരികയാണ്. അതരം തുറന്ന് എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഇന്ന് പകൽ ചിലരോട് പറയുന്നു: ഒരു സമ്പൂർണ്ണ സമർപ്പണത്തിലേക്ക് താങ്കളെക്കുറിച്ചുള്ള ദൈവഹിതം തിരിച്ചറിഞ്ഞ് ആ ദൈവഹിതത്തിനായി സമ്പൂർണ്ണമായി വിധേയപ്പെട്ട് കൊടുക്കുമെങ്കിൽ നമ്മെ ഒരു അത്ഭുതമാക്കി മാറ്റാൻ, നമ്മിൽ അത്ഭുതകരമായ ദൈവമഹത്വം വെളിപ്പെടുത്താൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നമ്മോട് ശക്തമായി ഇടപെടുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ താല്പര്യങ്ങൾ പൂർത്തീകരിക്കാനുള്ളതല്ല ഈ ജീവിതം. ഈ ജീവിതം ദൈവഹിതം ചെയ്യാനുള്ളതാണ്, ദൈവഹിതത്തിനായി സമർപ്പിക്കപ്പെടാനുള്ളതാണ്, ദൈവഹിതം നിവർത്തിക്കാനുള്ളതാണ്. എല്ലാവരും അധരങ്ങൾ തുറന്ന് സ്തോത്രം ചെയ്തു പറ: സമ്പൂർണമായ ദൈവഹിതത്തിനായി ഇന്ന് പകൽ ഞാൻ എന്നെ വിധേയപ്പെടുത്തി കൊടുക്കുന്നു. ഈ കൈകാലുകൾ കെട്ടപ്പെട്ട് ഇസ്ഹാക്കിനെ യാഗപീഠത്തിൽ കിടത്തിയിട്ട് ആ വന്യവയോധികൻ തുടിക്കുന്ന, തകർന്ന ഹൃദയത്തോടെ, വിതുമ്പുന്ന ചുണ്ടുകളോടെ അന്തരീക്ഷത്തിലേക്ക് കത്തി ഉയർത്തുകയാണ്. നിങ്ങളെല്ലാവരും എൻ്റെ ഭാവനയിൽ എൻ്റെ കൂടെ വരുന്നുണ്ടോ? ഉടനെ ദൈവശബ്ദം മുഴങ്ങുക: അബ്രഹാമേ, അബ്രഹാമേ, ബാലന്റെ മേൽ കൈവെക്കരുത്. എൻ്റെ ചോദ്യം എല്ലാവരും ശ്രദ്ധിച്ചേ. ബാലന്റെ മേൽ കൈവെക്കരുതെന്ന് പറയാനായിരുന്നെങ്കിൽ ഈ ഭക്തനെ ഇങ്ങനെ തീ തീറ്റേണ്ട വല്ല കാര്യമുണ്ടോ? ഒരാമേനൊന്ന് പറ. അന്നാ പിന്നെ വേണ്ടെന്ന് പറയാനായിരുന്നെങ്കിൽ ഈ തീ 3 ദിവസം തീറ്റിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ നിങ്ങളോട് പറഞ്ഞ് തെളിയിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? വെറുതെ ഒരു ഭക്തന്റെ കണ്ണ് നനയാൻ ദൈവം അനുവദിക്കില്ല. വെറുതെ ഒരു വിശുദ്ധന്റെ ഹൃദയം തകരാൻ, നീ തേങ്ങാൻ ദൈവം അനുവദിക്കില്ല. അനുവദിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായും അതിന്റെ പിറകിൽ തിന്മയ്ക്കല്ല നന്മയ്ക്ക് എൻ്റെ ദൈവത്തിനൊരു പദ്ധതി ഉണ്ട്. അത് മറഞ്ഞിരിപ്പുണ്ട് എന്ന് ആധാരം തുറന്നു സ്തോത്രം ചെയ്ത് പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? പരിശുദ്ധാത്മാവ് പറയുകയാണ്: ഈ വേദനയുടെ പിറകിൽ, ഈ ശോധനയുടെ പിറകിൽ, ഈ തകർച്ചയുടെ പിറകിൽ, ഈ നമ്പരത്തിന്റെ പിറകിൽ തിന്മയ്ക്കല്ല നന്മയ്ക്കായി ദൈവത്തിന്റെ പദ്ധതികൾ മറഞ്ഞിരിപ്പുണ്ട്. എന്നോട് ചേർന്ന് ആമേൻ പറഞ്ഞ് പ്രതികരിക്കാൻ മനസ്സുള്ളവർ അല്പനിമിഷം കരമടിച്ച് അന്യഭാഷയിൽ ദൈവത്തിന് സ്തോത്രം ചെയ്ത് ആത്മാവിലൊന്ന് സന്തോഷിച്ച് അകാരണമായി വേദനപ്പെടുന്നു, നൊമ്പരപ്പെടുന്നു എന്ന ചിന്തയുള്ളവരുടെ ഹൃദയം ഇന്ന് മകൾ ഇയ്യോബ് പറയുന്നത് പോലെ ദൈവത്തിന്റെ പദ്ധതികളെ തിരിച്ചറിഞ്ഞ് ആശ്വസിക്കത്തക്ക നിലയിൽ ഒരു ദൈവമഹത്വം ഇറങ്ങട്ടെ യേശുവിന്റെ നാമത്തിൽ. എല്ലാവരും കരമടിച്ച് അന്യഭാഷയിൽ അല്പനിമിഷ ശക്തിയോടെ
അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം, ഞാൻ കൽപ്പിക്കുന്നിടത്ത്, ഞാൻ കാണിക്കുന്നിടത്ത് നിന്റെ മകനെ യാഗം കഴിക്കണമെന്ന് പറഞ്ഞ് 3 ദിവസം ഈ വേദനയിലൂടെ ദൈവം നടത്തിയത് എന്തിനാ? 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ആമേൻ. സന്തോഷത്തോടെ അധരങ്ങൾ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇനി എല്ലാവരും എന്നെ ശ്രദ്ധിച്ചു. ശലോമോൻ രാജാവാണ് യെരൂശലേം ദൈവാലയം പണിതത്. ഹലോ, ശലോമോൻ രാജാവാണ് യെരൂശലേം ദൈവാലയം പണിതത്. യെരൂശലേം ദൈവാലയം പണിതത് മോറിയ പർവ്വതത്തിലാണ്. ഒരു ആമേൻ എന്ന് പറഞ്ഞു. എവിടാ? ആ മോറിയ പർവ്വതത്തിൽ വേറൊരു പ്രത്യേകത കൂടെ കൊടുത്തിട്ടുണ്ട്. യെബൂസ്യനായ ഓർന്നാന്റെ കളം. ഇനി ഓർന്നാന്റെ കളം എന്താണെന്നും കൂടെ ഓടിച്ചൊന്ന് പറയാം, ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ മതി. ദാവീദ് രാജാവായി. ദാവീദിനൊരാഗ്രഹം, ജനത്തെ ഒന്ന് എണ്ണണം. അന്ന് സൈന്യാധിപൻ യോവാബാണ്. യോവാബിനോട് പറഞ്ഞു ജനത്തെ എണ്ണാൻ പറഞ്ഞു. പക്ഷേ യോവാബ് പറഞ്ഞു, അരുത് രാജാവേ, ജനത്തെ. കാരണം എണ്ണുന്നതിന് ചില നിബന്ധനകൾ ദൈവം വെച്ചിട്ടുണ്ട്. എണ്ണാൻ സാത്താൻ തോന്നിപ്പിച്ചെന്ന ഒരു ആമേൻ എന്ന് പറഞ്ഞു. ജനത്തെ എണ്ണാൻ ആര് തോന്നിപ്പിച്ചെന്ന? ദാവീദിന്റെ ഹൃദയത്തിനകത്ത് സാത്താൻ തോന്നിപ്പിച്ചു. യോവാബ് പറഞ്ഞു, അരുത് രാജാവേ, ജനത്തെ എണ്ണരുത്. എണ്ണുമ്പോൾ എന്തെല്ലാം നിബന്ധനകൾ പാലിക്കണമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും പാലിക്കാതെ ജനത്തെ എണ്ണുകയാണ്. അവസാനം ജനത്തെ എണ്ണി ദാവീദിന് കൊണ്ട് തുക കൊടുത്തു. പക്ഷേ എണ്ണിയത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. ഒരു ആമേൻ എന്ന് പറഞ്ഞു. എണ്ണിയത് ദൈവം ഗാദ് പ്രവാചകനോട് പറഞ്ഞു, നീ ദാവീദിൻ്റെ അടുക്കൽ ചെന്ന് പറ, നീ ജനത്തെ എണ്ണിയത് എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല. 3 ശിക്ഷകൾ ഞാൻ നിന്റെ മുമ്പിൽ വയ്ക്കുന്നു. ആ 3 ശിക്ഷകളെന്ന് പറഞ്ഞ്, 1, 3 വർഷത്തെ മഹാക്ഷാമം. 2, 3 മാസം നിന്റെ ശത്രുക്കൾ നിന്റെ പിറകെ വന്ന് നിന്നെ പീഡിപ്പിക്കും. 3 ദിവസത്തെ മഹാമാരി. ഇതിലേതു വേണം? ഉടനെ ദാവീദ് പറയുകയാണ്, ഞാൻ മനുഷ്യരുടെ കയ്യിൽ വീഴരുത്, യഹോവയുടെ കയ്യിൽ തന്നെ വീഴട്ടെ. അർത്ഥം എന്നാണെന്നറിയാവോ? മതി. അവൻ്റെ കരുണ ഏറ്റവും വലുത്. ഞാൻ ഒന്ന് വിശദീകരിക്കാം. ഒരു ഉദാഹരണം, ഒത്തിരി ഉദാഹരണമുണ്ട്, ഒരു ചിന്ത മാത്രം, ഒത്തിരി ധാരാളം ചിന്ത. ദൈവം പറഞ്ഞ 3 ശിക്ഷ ഏതാ? 1, 3 വർഷത്തെ മഹാക്ഷാമം. 2, 3 മാസം നിന്റെ ശത്രുക്കൾ നിന്റെ പിറകെ വന്ന് നിന്നെ 3 ദിവസത്തെ. അപ്പം മനുഷ്യൻ്റെ കയ്യിൽ വീഴരുതെന്ന് പറഞ്ഞ ആശയം എന്നാ? ദൈവമേ, 3 മാസം എൻ്റെ ശത്രുക്കൾ എൻ്റെ പിറകെ വന്ന് എന്നെ പീഡിപ്പിക്കുകയല്ലേ? അതൊത്തിരി ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. ഒരായുസ് മുഴുവൻ ശൗലിനെ പേടിച്ച് ഓടി അലഞ്ഞ് അതിൻ്റെ തിക്താനുഭവങ്ങൾ എന്താണെന്ന് ഞാൻ അനുഭവിച്ചിട്ടുള്ള ആളാണ്. ഞാൻ മനുഷ്യരുടെ കയ്യിൽ വീഴരുത്, യഹോവയുടെ കയ്യിൽ വീഴട്ടെ. ദൈവമേ, അങ്ങ് കരുണ കാണിക്കുന്ന ദൈവമാണ്. ഞാൻ ആ ഭാഗത്തേക്ക് ഒന്ന് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ 3 ദിവസത്തെ മഹാമാരി പെയ്തിറങ്ങി. എന്നോടൊന്ന് പറയാം, 3 ദിവസത്തെ മഹാമാരി പെയ്തിറങ്ങി. 3 ദിവസത്തെ മഹാമാരിയിൽ 70,000 പേര് വീണുപോയി. ഒരു നാശക ദൂതൻ ആകാശത്തിനും ഭൂമിക്കും മധ്യേ നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു വാളുണ്ട്. ആ വാൾ യെരൂശലേമിന് നേരെ നീട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ആ ദൂതനെ തൊട്ടൊരു കല്ലിട്ടാൽ, ബോറടിക്കുന്നുണ്ടോ? എല്ലാവരും എന്നോട് വരുന്നുണ്ടോ? ഞാൻ ചരിത്രം പറഞ്ഞു വരിക. ദൂതനെ തൊട്ടൊരു കല്ലിട്ടാൽ കല്ല് വന്ന് വീഴുക ഓർന്നാന്റെ കളത്തിലാണ്. ഓർന്നാന്റെ കളത്തിന് മുകളിലാണ് ആര് നിൽക്കുന്നത്? ദൂതൻ യെരൂശലേമിന് നേരെ വാൾ ഊരിപ്പിടിച്ച് നിൽക്കുന്നത്. ഈ ദൂതനെ കണ്ടിട്ട് ഓർന്നാനും 4 മക്കളും കൂടെ പോയി ഒളിച്ചിരിക്കുക. ദൈവം ദാവീദിനോട് പറഞ്ഞു, നീ ആ സ്ഥലം വില കൊടുത്തു വാങ്ങണം. ദാവീദ് 600 ശേക്കൽ പൊന്നു കൊടുത്തു
ഓർന്നാൻ്റെ കളം വിലയ്ക്ക് വാങ്ങിയ സ്ഥലത്ത് യാഗപീഠം പണിതു. അവിടെ ദൈവത്തിന് യാഗമർപ്പിച്ചു. എൻ്റെ ദൈവം നാശക ദൂതനോട് പറയുന്നു, നിന്റെ വാൾ ഉറയിലിടുക. അങ്ങനെ യെരൂശലേമിന് വരണ്ട ന്യായവിധി മാറിയ സ്ഥലമാണ് ഓർന്നാൻ്റെ കളം. അത് മാനവജാതിയുടെ മുഴുവൻ ന്യായവിധി തീർത്ത യേശുവിന്റെ ക്രൂശ് മരണത്തിന് നിഴലാകിയാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സന്തോഷത്തോടെ ദൈവത്തിന് നന്ദി പറയാൻ മനസ്സുള്ള എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്, അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി നമ്മുടെ ഹൃദയത്തെ ഒന്ന് വിധേയപ്പെടുത്താൻ പറ്റുന്നൊരു ചിന്ത എന്നോടും നിങ്ങളോടും കർത്താവിന് പറയാനൊരു പ്രബോധനം. ഒന്ന് ശ്രദ്ധിച്ചേ. എണ്ണുന്നത് തെറ്റാണോ? ഒരാമേനൊന്ന് പറ. എണ്ണുന്നത് തെറ്റാണോ? അല്ല. ദൈവം തന്നെ 2 പ്രാവശ്യം എണ്ണാൻ പറഞ്ഞിട്ടുണ്ട്. ആണോ? സംഖ്യാപുസ്തകം എന്ന് പറഞ്ഞിട്ട് പുസ്തകം തന്നെ വേദപുസ്തകത്തിലുണ്ട്. അപ്പൊ ദൈവം എണ്ണാൻ പറഞ്ഞു. എപ്പോഴാന്ന് ഓർക്കുന്നില്ലേ? ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് യാത്ര പുറപ്പെട്ടതിൻ്റെ 2-ാം വർഷം 2-ാം മാസം 1-ാം തീയതി. ഒന്നുകൂടെ പറയാം. ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെട്ടതിൻ്റെ 2-ാം വർഷം 2-ാം മാസം 1-ാം തീയതി ദൈവം മോശയോടും അഹരോനോടും പറയുന്നു, ഇസ്രായേൽ പുരുഷ പ്രജകളിൽ 20 വയസ്സിന് മുകളിലോട്ടുള്ളവരെ എണ്ണണം. എണ്ണിക്കൊണ്ട് തുക കൊടുത്തു. എത്രയുണ്ടായിരുന്നു അറിയാമോ? ഒന്ന് പറഞ്ഞേ. 20 വയസ്സിന് മുകളിലോട്ടുള്ള പുരുഷന്മാർ എത്രയുണ്ടായിരുന്നു? 6,35,550. ഒന്നുകൂടെ പറഞ്ഞേ, എത്രയുണ്ടായിരുന്നു? 6,35,550. അതുകൊണ്ടാണ് ഭക്തൻ പാടിയിട്ടുള്ളത് 600,000 ആയൊരു കൂട്ടത്തെ പോറ്റി പുലർത്തിയോൻ കൂടെയുണ്ട്, അല്ലേ? 6,00,000 എത്രയുണ്ടായിരുന്നു? 3,550. ദൈവം എന്തിനാ എണ്ണാൻ പറഞ്ഞ്? എന്തിനാ ദൈവം എണ്ണാൻ പറഞ്ഞ്? എണ്ണാൻ പറയാനൊരു കാരണമുണ്ട്. ഇതിൽ ഒരാൺതരിയെപ്പോലും തരത്തില്ലെന്ന് പറഞ്ഞതല്ലേ ഫറവോൻ? ഇസ്രായേൽ മക്കൾക്കുണ്ടാകുന്നത് ഒരു ആൺകുഞ്ഞാണെങ്കിൽ അതിനെ കൊന്നു കളയണമെന്ന് ഉഗ്രകൽപ്പനയുണ്ടായിരുന്നില്ലേ ഫറവോന്റെ നാട്ടിൽ, ആ രാജ്യത്ത്? എന്നാൽ എൻ്റെ ദൈവം അവൻ്റെ കിരാത പദ്ധതികളെ അട്ടിമറിച്ചില്ലേ? എന്താ അട്ടിമറിക്കാൻ കാരണം? ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം ഉൽപ്പത്തി 15-ൽ ദൈവം അബ്രഹാമിനോട് പറയുന്നുണ്ട്, നിന്റെ സന്തതി, എല്ലാവരും ആമേൻ പറഞ്ഞ്, സ്വന്തമല്ലാത്ത ദേശത്ത് 400 വർഷം പാർക്കും. ആ ജാതി അവരെ പീഡിപ്പിക്കും, എന്നാൽ ഞാൻ അവരെ മടക്കി വരുത്തും. 4-ാം തലമുറ ഇവിടേക്കും മടങ്ങി വരും. അബ്രഹാമിനോട് ഉൽപ്പത്തി 15-ൽ ഒരു കുഞ്ഞു പോലും അബ്രഹാമിനില്ല. ദൈവമേ, അങ്ങനെക്ക് എന്തോ തരും, എന്തോ തന്നാലും അതിൻ്റെ എല്ലാം അവകാശി ഈ ദമ്മേശക്കുകാരനായ എലിയാസറാണെന്ന് അബ്രഹാം പറയുമ്പോൾ ദൈവം അബ്രഹാമിനോട് പറയുന്നു, അബ്രഹാമേ, നിന്റെ കൂടാരത്തിന് വെളിയിലോട്ട് വാ, മുകളിലോട്ട് നീ നോക്കിക്കേ, ആകാശത്തിലെ നക്ഷത്രങ്ങളെ കണ്ടോ? ഇതുപോലെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഞാൻ നിനക്ക് തലമുറകളെ തരും. ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ തലമുറകളെ തരും. ആ തലമുറകൾ സഞ്ചരിക്കുന്ന വഴികൾ ദൈവം അബ്രഹാമിന് വെളിപ്പെടുത്തുന്നു. നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 വർഷം പാർക്കും. ആ ജാതി അവരെ പീഡിപ്പിക്കും, എന്നാൽ 4-ാം തലമുറ അവിടേക്ക് മടങ്ങി വരും. 4-ാം തലമുറ വരെയുള്ള വാഗ്ദത്തം പിതാമകനായ അബ്രഹാമിന് ദൈവം കൈമാറിയിട്ടുണ്ടെങ്കിൽ മടങ്ങി വരുന്നൊരു തലമുറ അവിടെ അവശേഷിക്കുമെന്ന് ദൈവത്തിന്റെ പദ്ധതിയും ദൈവത്തിന്റെ നിർണയവും ഉണ്ടെങ്കിൽ ഫറവോനും ഇരുളിന്റെ ശക്തിയും ഈ വംശത്തെ, ഈ തലമുറയെ തുടച്ചു നീക്കാൻ പദ്ധതിയിട്ടാലും ആ പദ്ധതി നടക്കില്ല. കൃപ ലഭിച്ച അഭിഷക്തന്മാർ, കൃപ ലഭിച്ച ദൈവമക്കൾ ആത്മാവിൽ സ്തോത്രം ചെയ്തു പറ, ദുഷ്ടപിശാചും മനുഷ്യരും എന്തെല്ലാം പദ്ധതികൾ തയ്യാറാക്കിയാലും ആ പദ്ധതികൾ നടക്കില്ല. ദൈവിക നിർണയങ്ങളെ അട്ടിമറിക്കാൻ ഒരു ശക്തികൾക്കും സാധ്യമല്ല. അതരം തുറന്ന് ചങ്കൂറ്റത്തോടെ സ്തോത്രം പറയാൻ മനസ്സുള്ളവർ കരമടിച്ച് അന്യഭാഷയിൽ അല്പനിമിഷം ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എന്റെ ദൈവം പറയുന്നു, ഞാൻ നിർണയിച്ചിരിക്കുന്നു, ഞാൻ അത് നിവർത്തിക്കും, ഞാൻ പ്രവർത്തിപ്പാൻ കരം നീട്ടും. ആരത് തടുക്കും? ദൈവിക നിർണയങ്ങളെ, ദൈവിക പദ്ധതികളെ അട്ടിമറിക്കാൻ ഒരു ശക്തികൾക്ക് സാധ്യമല്ല. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ദൈവ പദ്ധതിക്കെതിരെ, നിർണയങ്ങൾക്കെതിരെ, ദൈവിക വാഗ്ദത്തങ്ങൾക്കെതിരെ നിൽക്കുന്ന സകല ശക്തികളുടെ മേലും പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ജയം തരുന്ന പകലായി മാറട്ടെ.
ഒരാണ്ടരിയെ പോലും വെച്ചേക്കത്തില്ലെന്ന് വെല്ലുവിളിച്ച ഫറവോന്റെ നാട്ടിൽ നിന്ന് 6,35,550 എണ്ണത്തെ കൂട്ടിൽ നിന്ന് അഴിച്ചുവിട്ട പശുക്കിടാക്കളെ പോലെ പുറത്തു കൊണ്ടുവന്നിട്ട് എണ്ണാൻ ദൈവം പറഞ്ഞതിന്റെ ആശയം എന്നറിയാവോ? ഞാൻ എൻ്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാ. നിങ്ങളെക്കുറിച്ചുള്ള എൻ്റെ പദ്ധതികൾ ഉന്നതമാണ്. നിങ്ങളെക്കുറിച്ചുള്ള എൻ്റെ പദ്ധതികൾ ശ്രേഷ്ഠമാണ്. നിങ്ങൾ എൻ്റെ ജനമാണ്. നിങ്ങൾ എനിക്കുള്ളവരാണ്. എൻ്റെ തെരഞ്ഞെടുപ്പിനകത്ത്, എൻ്റെ പദ്ധതിക്കകത്ത്, എൻ്റെ നിർണയത്തിനകത്ത് ഞാൻ നിങ്ങളെ പെടുത്തിയിരിക്കുന്നവരാണ്. ആ നിർണയങ്ങൾക്കെതിരെ, ആ പദ്ധതികൾക്കെതിരെ ആരെല്ലാം ചലിച്ചാലും, ആരെല്ലാം എന്തെല്ലാം പദ്ധതികൾ തയ്യാറാക്കിയാലും ആ കെട്ടുപൊട്ടിച്ച് നിങ്ങളെ സംരക്ഷിക്കുന്ന, നിങ്ങളെ നടത്തുന്ന, നിങ്ങളെ കരുതുന്ന, നിങ്ങളെ സംരക്ഷിക്കുന്ന, നിങ്ങളെ പുലർത്തുന്ന വിശ്വസ്തനായ ദൈവമാണ് ഞാൻ. ആ തിരിച്ചറിവ്, തങ്ങളുടെ ദൈവം വിശ്വസ്തനാണെന്നും തങ്ങൾ ആ ദൈവത്തിന്റെ ജനമാണെന്നും ഒരാമേനെന്ന് പറ. ആ ദൈവിക നിർണയത്തിനകത്ത്, തെരഞ്ഞെടുപ്പിനകത്ത് കൃപയാൽ ദൈവം ഞങ്ങളെ കണ്ടെന്നും തിരിച്ചറിഞ്ഞ് വിധേയത്വത്തോടും വിനയത്തോടും ദൈവാശ്രയത്തോടും ദൈവത്തോടും നന്ദിയുള്ളവരായും ദൈവത്തെ സേവിക്കാനാണ്, ദൈവത്തെ പിൻപറ്റാനാണ് ദൈവം അവരെ എണ്ണാൻ മോശയോടും അഹരോനോടും പറഞ്ഞത്. കരമുയർത്തിയ വാക്കുകൾ നല്ലൊരു ആമേനെന്ന് പറയാമോ? രണ്ടാമത് ദൈവം എണ്ണാൻ പറഞ്ഞു. എനിക്ക് ശബ്ദം എടുത്ത് പ്രസംഗിക്കാൻ കഴിയാത്ത ഒരു കൊച്ചു പ്രതിസന്ധിയിലൂടെ, പ്രതിസന്ധി കൊച്ചാണേലും ചില പ്രശ്നം വന്നാൽ, ഇയർ ബാലൻസിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് എനിക്ക് നിൽക്കാനോ അങ്ങനെ പെട്ടെന്ന് മൂവ് ചെയ്യാനോ കഴിയാത്ത ഒരു പ്രതിസന്ധി ഉണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ എന്നാലും അവളൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാമത് ദൈവം എണ്ണാൻ പറഞ്ഞു. ശൂരസീന സീനായ അക്കാബ കടലിടുക്ക് വഴി ഒരു മോവാബ് സമഭൂമിയിലെത്തി. ദൈവം എണ്ണാൻ പറഞ്ഞു. അന്ന് അഹരോനില്ല, മോശയും എലയാസറുമാണുള്ളത്. ദൈവം എണ്ണാൻ പറഞ്ഞു. എണ്ണിക്കൊണ്ട് തുക കൊടുത്തു. അവിടെ പരിശുദ്ധാത്മാവ് പ്രത്യേക ഒരു കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം എണ്ണിയവരിൽ, ഒരാമേനെന്ന് പറഞ്ഞു, ആദ്യം എണ്ണിയവരിൽ യോശുവയും കാലേബും ഒഴികെ, ഒരാമേൻ എന്ന് പറഞ്ഞ് ബാക്കി എല്ലാവരും മരുഭൂമിയിൽ. എന്തേ അതിന്റെ കാരണം? ഒന്നുകൂടി ലേഖനം 10 വായിക്കണ്ട സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാം മേഘത്തിൻ്റെ കീഴിലായി. അവർ ചെങ്കടൽ കടന്നു. മോശയോട്, ഒരാമേനെന്ന് പറഞ്ഞ്, അവർ ചെങ്കടൽ കടന്ന് മോശയോട് അവർ മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു. എന്താ ഈ കൊരിന്ത്യ സഭയോടുള്ള ബന്ധത്തിൽ പൗലോസ് അത് പറയുന്നത്? പുതിയ നിയമ ഉപദേശത്തോട് അതിനെ ഒന്ന് താതാത്മ്യപ്പെടുത്തുകയാണ്. മേഘത്തിന്റെ കീഴിൽ സഞ്ചരിക്കുക ദൈവസാന്നിധ്യത്തെ കാണിക്കുന്നു അല്ലേ? 2, ചെങ്കടൽ കടന്നു മോശയോട് ചേർന്നു. മോശയുടെ കർത്തൃത്വത്തിന്റെ വിധേയപ്പെട്ടവര്. നിങ്ങളും ഇതുപോലെ യേശുക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന് വിധേയപ്പെട്ടവരാണ്. കൊരിന്ത്യ സഭയോട് അതാ പൗലോസ് പറയുന്നത്. അവർ മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു. സമുദ്രത്തിലെ സ്നാനം എന്ന് പറയുന്നത് വിശ്വാസ സ്നാനമാണ്. മേഘത്തിലെ സ്നാനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനാലുള്ള സ്നാനമാണ്. അപ്പം ജലസ്നാനം പോലെ തന്നെ അനിവാര്യമായ കാര്യമാണ് ആത്മസ്നാനം എന്ന് പറയുന്നതും. യേശു പറയുന്നുണ്ട് ശിഷ്യന്മാരോട്, യോഹന്നാൻ മാനസാന്തര സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ അധികം താമസിയാതെ പരിശുദ്ധാത്മാവിനാലുള്ള സ്നാനം ലഭിക്കും. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ആത്മാർത്ഥമായി സ്തോത്രം ചെയ്ത് ദൈവത്തോട് പ്രാർത്ഥിക്ക്. രക്ഷിക്കപ്പെട്ടവർ, വിശ്വാസ സ്നാനം സ്വീകരിച്ചവർ ഒരാത്മ നിറവിനായി, ആത്മസ്നാനത്തിനായി, കൃപാവരങ്ങളുടെ ഒരു പകർച്ചയ്ക്കായി അല്പം കൂടെ അധികം ദൈവകൃപയാൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ എന്റെ മേൽ ആത്മശക്തി ധാരാളമായി പകരണമെന്ന് അതരം തുറന്ന് ദൈവത്തോട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന എത്ര പേർ ഇവിടെ വന്നിട്ടുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വരാം പ്രിയരെ, വരാം. അവരെ അനുഗമിച്ച് ആത്മീക പാറയിൽ നിന്നല്ലോ, ആ പാറ
എന്നിട്ട് പറയാ എങ്കിലും അവരിൽ മിക്ക പേരിലും ഒരാമേൻ എന്ന് പറഞ്ഞു. മേഘത്തിന്റെ കീഴിലല്ലേ നടന്നേ. ഇവര് പാപം ചെയ്തു, മേഘം മാറിയോ? മേഘം മാറിയിരുന്നെങ്കിൽ ഇവരുടെ ഗതികേടായി പോയത്. കാരണം അറിയോ, ഇവർക്ക് വഴി കാണിക്കാനാ മേഘം. നെഹമ്യാവിന്റെ പുസ്തകം നിങ്ങൾ പിടിച്ചൊന്ന് വായിക്കണം, 9 അധ്യായം കേട്ടോ. നെഹമ്യാ പറയാം, ദൈവമേ ഇതെല്ലാം അവർ ചെയ്തു, പക്ഷെ എന്നിട്ടും അങ്ങയുടെ മേഘം അവരുടെ തലയ്ക്ക് മുകളിൽ നിന്ന് അങ്ങ് മാറ്റിയില്ല. ഒരാമേൻ എന്ന് പറയാവോ? മോശയുടെ കർത്തൃത്വത്തിന്റെ കീഴിൽ വന്നവരല്ലേ? ആണോ? ജലസ്നാനമേറ്റവരല്ലേ? ആണോ? മേഘത്തിലെ സ്നാനമേറ്റവരല്ലേ? പാറയെന്ന് കുടിച്ചവരല്ലേ? പക്ഷെ ദൈവം പ്രസാദിച്ചോ? അർത്ഥം എന്നാ? ഉപദേശ വിശുദ്ധിയുടെ തീവ്രത മാത്രം പോരാ നിത്യതയിലെത്താൻ. ജീവിതവും സൂക്ഷിക്കണം. ഒരു പക്ഷിയുടെ 2 ചിറക് പോലെ ആരാധനയും കൂട്ടായ്മയും എന്നതുപോലെ പരമപ്രധാനമാണ് ജീവിതം സൂക്ഷിക്കുക എന്നുള്ളത്. നമ്മുടെ ആത്മീയത, നമ്മുടെ ദൈവവുമായുള്ള ബന്ധം ആരാധനാലയത്തിന്റെ 4 ചുവരിനകത്ത് ദൈവത്തിന് സ്തോത്രം പൊട്ടിത്തെറികൾ മാത്രമാകരുത്. ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ദൈവത്തെ ഭയന്നും ദൈവ സാന്നിധ്യം അനുഭവിച്ചും ദൈവ സാമീപ്യത്തിനകത്ത് ദൈവകൃപയിൽ ജീവിക്കുന്ന ഒരു ജീവിതം നയിക്കാൻ എനിക്ക് കൃപ തരണമെന്ന് അധരം തുറന്ന് ദൈവത്തോട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന എത്ര പേർ ഇവിടെ വന്നിട്ടുണ്ട്? കരവ് ശബ്ദവും ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽ അല്പ ഭയത്തോടെ ഞാൻ പറയുകയാണ്, എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ഭയത്തോടെ ഞാൻ പറയാണ്, ജീവിതം സൂക്ഷിക്കണം. ആമേൻ പറയാവോ? ജീവിതം സൂക്ഷിക്കണം. ജീവിതം സൂക്ഷിക്കാൻ ഒന്നും കനാനിൽ കടന്നില്ല. ആമേൻ പറയാവോ? ഇത് തലമുറയ്ക്ക് ബോധ്യമാകാനാ. ചെന്ന ശേഷമില്ലേ ദൈവത്തെ മറന്ന് ജീവിക്കാതിരിക്കാൻ. മരുഭൂമിയിൽ ദൈവത്തെ തള്ളിയവരോട് ദൈവം എങ്ങനെ പ്രതികരിച്ചു എന്ന് കനാനിൽ പാർക്കുന്ന തലമുറ തിരിച്ചറിഞ്ഞ് പിതാക്കന്മാർക്കുണ്ടായ തകർച്ച തങ്ങൾക്ക് സംഭവിക്കാതിരിക്കാൻ ഈ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കാനാണ് ദൈവം രണ്ടാമതെണ്ണാൻ പറഞ്ഞത്. എന്നോട് ചേർന്ന് ആമേൻ പറയുന്ന എത്ര പേരുണ്ട്? ഭയത്തോടെ ദൈവത്തെ സേവിക്കുക, വിറയലോടെ ഘോഷിച്ചുല്ലസിക്കുക. ദൈവം ഈ 2 കാര്യത്തിന് ഉപയോഗിച്ച മാർഗം, അല്പ സങ്കടത്തോടെ ഞാൻ പറയും, ദാവീദ് അഹങ്കാരത്തിന് ഉപയോഗിച്ചു. രാമേൻ എന്ന് പറഞ്ഞു, ഞാൻ രാജാവായപ്പോൾ ജനം എത്ര പെരുകിയെന്ന് ഞാൻ അറിയട്ടെ. ദാവീദേ, താങ്കൾ രാജാവായതും ജനം പെരുകിയതും തമ്മിൽ ബന്ധമുണ്ടോ? ഇവർ ഒരു രാജ്യമാകുന്നതിന് മുമ്പ്, ഇവർക്കൊരു രാജാവ് ഉണ്ടാകുന്നതിന് മുമ്പ് മിസ്രൈമിന്റെ അടിമത്തത്തിൽ ഒരാണ്ടരിയെപ്പോലും തരില്ലെന്ന് പറഞ്ഞ ഫറവോന്റെ നാട്ടിൽ തൻ്റെ ജനത്തെ വളർത്തിയ ദൈവമാണ് പിതാക്കന്മാരുടെ ദൈവമെങ്കിൽ ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ ഞാൻ സ്തോത്രം ചെയ്ത് പറയുകയാണ്, അർഹതയില്ലാത്ത എത്ര ആദരവുകൾ ദൈവം തന്നാലും, അർഹതയില്ലാത്ത എത്ര അനുഗ്രഹങ്ങൾ ദൈവം തന്നാലും, അഹങ്കരിക്കാത്തൊരു മനസ്സ്, നിഗളിക്കാത്തൊരു ഹൃദയം എനിക്ക് തരണമെന്ന് അധരം തുറന്ന് ആത്മാവിൽ ദൈവത്തോട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന എത്ര പേർ ഇതിനകത്ത് വന്നിട്ടുണ്ട്? അധരം തുറന്ന് സ്തോത്രം ചെയ്ത് പറ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. താഴ്മയുള്ളവർക്കോ അധികം കൃപ തരുന്ന അധരങ്ങൾ തുറന്ന് അല്പനിമിഷം ഇന്ന് മകൾ സ്തോത്രം ചെയ്ത് പറ. കർത്താവേ, ഭാവിക്കേണ്ടുന്നതിന് മീതെ ഭാവിച്ചുയരാൻ എനിക്ക് ഇടവരരുത്. അഹങ്കാരങ്ങൾ, നിഗളങ്ങൾ എന്നിൽ ഉണ്ടാകരുതേ. ദൈവത്തിന്റെ കരുണയെ, ദൈവത്തിന്റെ കൃപയെ, ദൈവത്തിന്റെ ദയയെ, ദൈവത്തിന്റെ മനസ്സലിവിനെ ഞാനാകുന്നത്, എല്ലാവരും സ്തോത്രം ചെയ്ത് പറ, ഞാനാകുന്നത് ദൈവത്തിന്റെ കൃപയാൽ. ദൈവത്തിന്റെ കൃപ. ദൈവകൃപയല്ലാതെ
അല്ലാതെ നമുക്കൊന്നുമില്ല. സങ്കീർത്തനക്കാരൻ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഒരു കാലത്തും കുലുങ്ങിപ്പോകലെത്തില്ലെന്ന് എൻ്റെ ശുഭകാലത്ത് ഞാൻ പറഞ്ഞു. എന്നാൽ യഹോവേ, നിന്റെ മുഖം എനിക്ക് മറച്ചു, ഞാൻ ആകപ്പാടെ ഇളകിപ്പോയി. അടുത്ത് പറയാം, നിന്റെ പ്രസാദത്താൽ നീ എൻ്റെ പർവ്വതത്തെ ഉറച്ചു നിൽക്കുമാറാക്കി. ദൈവമേ, അങ്ങയുടെ പ്രസാദമാണ്, അങ്ങയുടെ കരുണയാണ്, അങ്ങയുടെ കൃപയാണ്, അങ്ങയുടെ ദയയാണ്, അങ്ങയുടെ മനസ്സലിവാണ്. ആ കൃപയല്ലാതെ, കരുണയല്ലാതെ, ദയയല്ലാതെ, മനസ്സലിവല്ലാതെ എനിക്കെൻ്റെ കഴിവിൽ, എനിക്കെൻ്റെ ഒന്നിൽ പ്രശംസിപ്പാനില്ല. ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത ദൈവമക്കൾ പറ, ഞങ്ങളാകുന്നത്, ഞാനാകുന്നത്, ഞങ്ങളാകുന്നത്, ഞങ്ങളുടെ കുടുംബമാകുന്നത്, ഞങ്ങളുടെ തലമുറകളാകുന്നത് ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കൃപ. പറഞ്ഞു തീരാത്ത ദാന നിമിത്തം എല്ലാവരും കരമടിച്ച് അന്യഭാഷയിൽ ദൈവത്തിന് സ്തോത്രം ചെയ്തു പറ. ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ ദയ, ദൈവത്തിന്റെ മനസ്സലിവ്, ദൈവത്തിന്റെ വിശ്വസ്തത, ദൈവത്തിന്റെ കൃപ. ആ ദൈവകൃപ എന്നല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് പറയാനില്ലേ? പറഞ്ഞു തീരാത്ത ദാന നിമിത്തം ദൈവത്തിന് സ്തോത്രം. നീ വിഷയത്തിലേക്ക് മടങ്ങി വരാം. വർണ്ണാന്റെ കാലം മനസ്സിലായില്ലേ? ഇനി ഈ മോറിയ മലയിൽ പണിയപ്പെട്ട ശലോമോന്റെ ദൈവാലയം, ആ ദൈവാലയത്തെക്കുറിച്ച് മനോഹരമായ ചരിത്ര വിശദീകരണം തന്നിട്ടുള്ളത് യഹൂദ ചരിത്രകാരനായ ജോസിഫസ് ആണ്. അബ്രഹാം തൻ്റെ മകന് വേണ്ടി പണിത ആ യാഗപീഠമുള്ള സ്ഥലം ഓർന്നാന്റെ കൈവശമെത്തി. ഒരാമേനെന്ന് പറ. ആ ഓർന്നാന്റെ കൈവശമുള്ള ആ സ്ഥലത്താണ് ശലോമോൻ യെരൂശലേം ദൈവാലയം പണിതത്. അപ്പൊ അബ്രഹാമേ, നിന്നെ ദൈവം 3 ദിവസം എരിതിയിലൂടെ നടത്തിയത് നിന്റെ മകൻ മരണം കാണിക്കാനല്ല, എവിടെങ്കിലും യാഗം കഴിക്കാൻ പറയാതെ ഞാൻ കൽപ്പിക്കുന്നിടത്ത് മകനെ ഹോമയാഗം കഴിക്കാൻ പറയാൻ കാരണം എന്നാണെന്നറിയാമോ? പഴയ നിയമ ദൈവാലയം പണിതത് ശലോമോനാണെങ്കിലും അതിന് അടിസ്ഥാനം ദൈവം ഇടിപ്പിച്ചത് അബ്രഹാമിനെ കൊണ്ടാ. ഇന്ന് പകൽ കൃപ ലഭിച്ച ദൈവമക്കളോട് ഞാൻ സ്തോത്രം ചെയ്തു പറയാം. ഞാനും നിങ്ങൾ കടന്നു പോകുന്ന ചില വേദനകളിൽ, നൊമ്പരങ്ങളിൽ, സങ്കടങ്ങളിൽ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു മിനിസ്റ്റർ ചെയ്യിപ്പിക്കാൻ, ഇതുവരെ നിങ്ങളിൽ വെളിപ്പെട്ടിട്ടില്ലാത്ത ചില ദൈവ പദ്ധതികൾ വെളിപ്പെടുത്താനുള്ള ദൈവിക പദ്ധതികൾ മറഞ്ഞിരിപ്പുണ്ടെന്നറിഞ്ഞ് അതരം തുറന്ന് ദൈവത്തിന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനത്തിന്റെ വിവേചന ദൂതനാൽ ചിലരെ സ്പർശിക്കുകയാണ്. ചിലരോട് കൃത്യമായി, വ്യക്തമായി ഈ ദൈവാലോചന വിളിച്ചു പറയുകയാണ്. ശ്രദ്ധിച്ചേ, പഴയ നിയമ യെരൂശലേം ദൈവാലയം പുതിയ നിയമ സഭയാം ദൈവാലയത്തിന്റെ നിഴല. ഒരാമേനൊന്ന് പറ. പഴയ നിയമ യെരൂശലേം ദൈവാലയം ഒരു യാഗവേദിയിൽ അടിസ്ഥാനപ്പെട്ടു പണിതു. ഏതു യാഗവേദി? അബ്രഹാമിന്റെ മകനായ ഇസ്ഹാക്കിന്റെ യാഗവേദി. പുതിയ നിയമസഭയാം ദൈവാലയവും ഒരു യാഗവേദിയിൽ അടിസ്ഥാനപ്പെട്ട് പണിതു. ഏത് യാഗവേദി? യേശു ക്രിസ്തു എന്ന ദൈവപിതാവിന്റെ ഏകജാതനായ പുത്രൻ, ആ കർത്താവ് യേശുവിന്റെ ക്രൂശു മരണമെന്ന യാഗവേദിയിലാണ് പുതിയ നിയമസഭ പണിതിരിക്കുന്നത്. ഏറെ എന്നെ ത്രസിപ്പിച്ചൊരു ചിന്തയുണ്ട്. പഴയ നിയമ ദൈവാലയം ഒരു രക്തത്തിൽ അടിസ്ഥാനപ്പെട്ട് പണിതു. ഒരാമേൻ എന്ന് പറഞ്ഞു. ഏത് രക്തമാ? അബ്രഹാമിന്റെ മകനായ ഇസ്ഹാക്കിനു പകരം ദൈവം കരുതിയ ദൈവത്തിൻ്റെ ആടിൻ്റെ രക്തം. അത് ദൈവത്തിൻ്റെ ആടാണെന്ന് ഞാനൊന്ന് പറയാം, ശ്രദ്ധിച്ചേ. അബ്രഹാം കല്ലുപെറുക്കി നടക്കല്ലേ? ആണോ? അതെ. അബ്രഹാം യാഗം പണിയാനുള്ള കല്ല് പെറുക്കി നടക്കുന്നു.
യാഗപീഠം പണിയാനുള്ള കല്ല് പെറുക്കി നടക്കുമ്പോൾ ഇസഹാക്കിൻ്റെ കണ്ണുപാട് നോക്കുന്നത്. അപ്പം മല കയറി വരാൻ നേരത്ത് പറഞ്ഞായിരുന്നു ദൈവം ഒരു ആടിനെ കരുതും. അപ്പം ഇസഹാക്ക് അപ്പം കല്ല് തപ്പ് നടക്കുമ്പോൾ ഇസഹാക്ക് നോക്കുന്നത് ആടെവിടെ നിന്നാ. ഞാൻ പറയുന്ന പോലെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അബ്രഹാമിന് അറിയാം ഇവനാ യാഗവസ്തു, അതുകൊണ്ട് ആടല്ല പുള്ളിയുടെ വിഷയം. അദ്ദേഹം കല്ല് പെറുക്കി നടക്കുക. അബ്രഹാം കല്ല് പെറുക്കി നടക്കുമ്പോൾ താനാണ് ആ യാഗവസ്തു എന്ന് അറിയാൻ കഴിയാത്ത ഇസഹാക്ക് ചിന്തിക്കുന്നത്, ദൈവമേ ഒരാടിനെ ദൈവം കരുതും എന്ന് പറഞ്ഞിട്ട് ആടെന്തി. അതാണ് ഇസഹാക്കിൻ്റെ കണ്ണ് പരതുന്നത് അല്ലേ. പക്ഷെ കല്ല് പെറുക്കി നടന്ന് അബ്രഹാം ആടിനെ കണ്ടില്ല. ആ മല മുഴുവൻ കണ്ണുകൊണ്ട് അരിച്ചു പെറുക്കി ഇസഹാക്കും അങ്ങനൊരാടിനെ കണ്ടില്ല. പക്ഷെ കത്തി ഉയർത്തുമ്പോൾ ദൈവം പറയുക, അബ്രഹാമെ പിറകോട്ട് നോക്കിക്കേ, കൊമ്പുകൾ മുള്ളുകൾക്കിടയിൽ കുരുങ്ങി ആ ആട് കിടക്കുകയാണ്. ഇന്ന് പകൽ ഞാൻ സ്തോത്രം ചെയ്ത് പറയുകയാണ്, നിങ്ങൾ പ്രതീക്ഷിച്ച സമയത്ത് ദൈവത്തിന്റെ കരുതൽ വെളിപ്പെട്ടില്ല. നിങ്ങൾ പ്രതീക്ഷിച്ച സമയത്ത് ഒരു വിടുതൽ ഉണ്ടായില്ല എന്നുള്ളത് കൊണ്ട് കരുതൽ ഇല്ലെന്നോ ദൈവപ്രവൃത്തി ഇല്ലെന്നോ ചിന്തിക്കരുത്. ദൈവത്തിന്റെ സമയത്ത് കൃത്യമായി തന്റെ വാഗ്ദത്തം നിവർത്തിച്ച്, തന്റെ പദ്ധതികൾ നിവർത്തിച്ച്, തന്റെ കരുതലുകളെ മുൻപിൽ കൊണ്ടുവന്നു തരാൻ, ദൈവമഹത്വം വെളിപ്പെടുത്താൻ ഇന്ന് മകൾ ദൈവം വിശ്വസ്തനാണ്. ആത്മാവ് ചിലരോട് പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ മേൽ ഇട്ടുകൊള്ളുവീൻ. അതരം തുറന്നു സ്തോത്രം ചെയ്തു പറ, എനിക്ക് വേണ്ടി കരുതുന്ന ദൈവം, എന്നെ നടത്തുന്ന ദൈവം, തന്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവം ജീവിക്കുന്നു. എന്തോ ദൈവാത്മാവിനോട് പറയുക, നമ്മുടെ സമയം തെറ്റിയെന്നുള്ളതുകൊണ്ട് ഇനി അത് നടക്കത്തില്ലെന്നൊന്നും ചിന്തിക്കണ്ട. സെഖര്യാവിനോട് പറയാ, തക്ക സമയത്ത് നിവർത്തിക്കാനുള്ള. നമ്മുടെ സമയം തെറ്റിയെന്നേ ഉള്ളൂ. ദൈവത്തിന്റെ സമയമാ തക്ക സമയം. ദൈവത്തിന്റെ സമയം തക്ക സമയമാണ്. അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്താൻ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. നിങ്ങൾ ചിന്തിച്ച സമയത്ത് നടന്നില്ല, നിങ്ങൾ പ്രതീക്ഷിച്ച സമയത്ത് നടന്നില്ല എന്നുള്ളതുകൊണ്ട് എഴുതി തള്ളണ്ട, പ്രാർത്ഥന നിർത്തണ്ട, പ്രതീക്ഷ നഷ്ടപ്പെടുത്തണ്ട. പരിശുദ്ധാത്മാവ് പറയുന്നു, തക്ക സമയത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടും. ദൈവം വിശ്വസ്തൻ. അധരം തുറന്ന് ആത്മാവിൽ സ്തോത്രം ചെയ്തു പറ, എന്റെ ദൈവം വിശ്വസ്തൻ. ദൈവത്തിന്റെ സമയം തെറ്റുകയില്ല. ഇതോടെ പറഞ്ഞാൽ അവസാനിപ്പിക്കും. അപ്പോഴേ അതുവരെ ഇല്ലാതിരുന്ന ഈ ആട്, അബ്രഹാം കല്ല് പിറക്കി നടന്നപ്പോഴും ഇസഹാക്ക് കണ്ണ് വരുത്തി നോക്കിയപ്പോഴും അതുവരെ അവിടെ ഇല്ലാതിരുന്ന ഈ ആട് ഇപ്പോൾ എവിടുന്ന് വന്ന? ഒറ്റ ആടല്ലേ ഉള്ളൂ. ഒരാമേനൊന്ന് പറ. ഈ ആട് എവിടുന്ന് വന്നാ? കൂട്ടം തെറ്റി വന്നതാണോ? ഏതെങ്കിലും തോമാച്ചൻ്റെ വീട്ടിൽ നിന്ന് കയറ് പൊട്ടിച്ച് വന്നതാണോ? അല്ല. എബ്രായ ലേഖകൻ അതിനെക്കുറിച്ച് ഒരു പ്രയോഗം നടത്തുന്നുണ്ട്. മരിച്ചവരെ ജീവിപ്പിക്കുക. അടുത്തത്, ഇല്ലാത്തതിനെ, ഒന്ന് സ്തോത്രം ചെയ്തു പറ, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ദൈവം. അതുവരെ അവിടെ ഇല്ലാതെ ഇരുന്നതിനെ ദൈവം വിളിച്ച് വരുത്തി നമ്മുടെ ശൂന്യതകളെ പണിയാൻ, നമ്മുടെ തകർച്ചകളെ പണിയാൻ ദൈവത്തിന് ഒന്നല്ല 1000 വഴികളുണ്ട്. അതരം തുറന്നു സ്തോത്രം പറഞ്ഞ് ആത്മാവിൽ സന്തോഷിക്കുന്ന എത്ര പേർ ഇവിടെ വന്നിട്ടുണ്ട്. അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് ഇന്ന് മകൾ നമ്മെ ധൈര്യപ്പെടുത്തട്ടെ. കൊഴയരുത് കേട്ടോ, തളരരുത് കേട്ടോ. അപ്പൊ ഇത് ഒരു വീട്ടിൽ നിന്നും കയറ് പൊട്ടിച്ച് വന്നതല്ല. ഇത് ദൈവം കരുതിയ ദൈവത്തിന്റെ ആടാ. ആ ദൈവം കരുതിയ ദൈവത്തിന്റെ ആടിന്റെ രക്തമാണ് പഴയ നിയമ ദൈവാലയത്തിന്റെ അടിസ്ഥാനം. പുതിയ നിയമസഭയാം ദൈവാലയത്തിന്റെ അടിസ്ഥാനവും ഒരു രക്തമാണ്. ഏതു രക്തം? ലോകസ്ഥാപനത്തിന് മുമ്പേ. ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്തു പറ, ലോകസ്ഥാപനത്തിന് മുമ്പേ നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട ദൈവ കുഞ്ഞാടിന്റെ പരിശുദ്ധ രക്തം. ആ പരിശുദ്ധ രക്തത്തിലാണ് ദൈവസഭ പണിതിരിക്കുന്നത്. അതുകൊണ്ട് ഈ പകൽ ഈ ദേശത്ത് വെല്ലുവിളിക്കുന്ന പൈശാചിക ശക്തികൾ എത്ര പ്രബലമെങ്കിലും കൃപ ലഭിച്ച അഭിഷിക്തന്മാർ, ദൈവമക്കൾ ഒരുമിച്ച് സ്തോത്രം ചെയ്തു പറ, ലോകസ്ഥാപനത്തിനു
മുമ്പ് അറുക്കപ്പെട്ട ദൈവ കുഞ്ഞാടിന്റെ പവിത്ര രക്തത്തിൽ പണിയപ്പെടുന്ന ദൈവസഭയെ നശിപ്പിക്കാൻ ഒരു ശക്തികൾക്ക് സാധ്യമല്ല. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആത്മാവിന്റെ അധികാരത്തോടെ അത് വിളിച്ചു പറയാൻ അകത്ത് നിയോഗമുള്ള എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വാക്കുകൾ നിർത്താം. വിശ്വാസികളുടെ പിതാവേ, ദൈവത്തിന്റെ സ്നേഹിത അബ്രഹാമേ, 3 ദിവസം എരിതിയിലൂടെ നിന്നെ നടത്തിയത് സാറായോടോ കൂടെ നടക്കുന്ന ഭൃത്യന്മാരോടോ ഒരുമിച്ച് ഒട്ടിച്ചേർന്നും നടന്ന മകനോടോ തുറന്നു പറയാൻ കഴിയാതെ കുഞ്ഞിൻ്റെ മുഖത്തേക്കും കണ്ണിലേക്കും നോക്കുമ്പോൾ ദിവസം അവൻ അറിയാതെ കണ്ണ് നിറയുകയും അവൻ അറിയാതെ ആ കണ്ണുനീര് തുടയ്ക്കുകയും ദൈവമേ എന്ന് ചിന്തിച്ച് പിടഞ്ഞു 3 ദിവസം നീ യാത്ര ചെയ്യേണ്ടി വന്നത് നിന്നെ അങ്ങനൊരു തകർച്ചയിലൂടെ ദൈവം നടത്തിയത് നിന്റെ മകന്റെ മരണം കാണിക്കാനല്ല. പുതിയ നിയമസഭയാം ദൈവാലയത്തിന്റെ നിഴലായ പഴയ നിയമ ദൈവാലയത്തിന് നിന്നെ കൊണ്ട് അടിസ്ഥാനം ഇടിപ്പിക്കാനാണെങ്കിൽ ഇയ്യോബ് പറഞ്ഞതുപോലെ സ്തോത്രം ചെയ്തു പറ, അങ്ങയുടെ ഉദ്ദേശങ്ങളൊന്നും അതരങ്ങൾ തുറന്ന് സടകുടഞ്ഞെഴുന്നേറ്റ് ദൈവമൊക്കെ സ്തോത്രം ചെയ്തു പറ. ഉദ്ദേശങ്ങളില്ലാതെ, പദ്ധതികളില്ലാതെ ദൈവമൊന്നും ചെയ്യുന്നില്ല. ദൈവം ചെയ്യുന്നതിന്റെ എല്ലാം പിറകിൽ ആത്യന്തികമായി ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങൾ അല്ല, എന്റെ വഴികൾ നിങ്ങളുടെ വഴികളും അല്ല. ആകാശം ഭൂമിക്കും മീതെ, എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്ത് പറ, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികളും എൻ്റെ ദൈവത്തിൻ്റെ വഴികളും തമ്മിൽ അകന്നിരിക്കുന്നു. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ആത്യന്തികമായി ദൈവത്തിൻ്റെ വഴികൾ തികവുള്ള വഴിയാണ്. അതരം തുറന്ന് ദൈവമക്കൾ സ്തോത്രം ചെയ്തു പറ, ദൈവത്തിൻ്റെ വഴി തികവുള്ള വഴിയാണ്. അത് ആത്യന്തികമായി എനിക്ക് നന്മയാണ്, എൻ്റെ തലമുറയ്ക്ക് നന്മയാണ്, എൻ്റെ മിനിസ്ട്രിക്ക് നന്മയാണ്, എൻ്റെ സഭയ്ക്ക് നന്മയാണ്, എന്റെ കുടുംബത്തിന് നന്മയാണ്. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഇന്ന് മകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനത്തിന്റെ ദൂത് ശക്തമായി ഇതിനകത്ത് വിളിച്ചു പറയുന്നു, എന്റെ ആത്മാവേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞെരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എന്റെ മുഖപ്രകാശക രക്ഷയും എന്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും പറയും. അധരം തുറന്ന് സ്തോത്രം ചെയ്തു പറ, ദൈവത്തിന്റെ വഴി തികവുള്ളത്. എല്ലാവരും ദൈവസ്ഥലിൽ എഴുന്നേറ്റ് നിൽക്കാം. പാസ്റ്റല്ലാതെ വേറെ ആരും പാടാനുണ്ടോ? പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. സ്തോത്രം ചെയ്ത് പറ, എന്തിനെന്ന് ചോദിക്കല്ല ഞാൻ, എല്ലാം ഒരാമേൻ പറ, എല്ലാം എൻ്റെ നന്മയ്ക്കാണെന്ന് ഞാൻ അറിയുന്നു. എല്ലാ നിരാശകളും മാറിപ്പോകട്ടെ. ചിലരുടെ അകത്തുനിന്ന് നിരാശയുടെ ചില കല്ലുകളെ എൻ്റെ ദൈവം ഉരുട്ടി മാറ്റുന്ന പകലായി മാറട്ടെ. ഇയ്യോബ് അകാരണമായി വേട്ടയാടപ്പെടുന്നു. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു? മറ്റുള്ളവരും വിമർശനത്തിന്റെ വിരൽത്തുമ്പുകൾ ചൂണ്ടിക്കൊണ്ട് ഇയ്യോബിന് നേരെ അങ്ങനെ ചിന്തിച്ചു. മാനസികമായി തകർന്നും തളർന്നും ഇയ്യോബ് പോയി അവസാനം ദൈവത്തെ കണ്ട ഇയ്യോബ് പറയുന്നു, ദൈവമേ എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി, അങ്ങുദ്ദേശങ്ങളില്ലാതെ
അതൊന്നും ചെയ്യുന്നില്ല. കൃപ ലഭിച്ച വിശ്വാസിയെ, നാളുകളായി നിന്നെ നിരാശപ്പെടുത്തി, നിന്റെ മനസ്സിനെ ദൈവത്തിന് സ്തോത്രം ചാഞ്ചല്യമുളവാക്കി, ജീവിതത്തിൽ ദൈവത്തോട് പിറുപിറുക്കത്തക്ക നിലയിൽ, മനുഷ്യനോട് പൊട്ടിത്തെറിക്കത്തക്ക നിലയിൽ ഇതുവരെ നിന്നെ തളർത്തിയ ചില മേഖലയോട് ഇന്ന് പകൽ വിട പറയാം. യേശുവിന്റെ നാമത്തിൽ നിന്റെ ഹൃദയം ധൈര്യപ്പെടാൻ, ദൈവാശ്രയം വർദ്ധിക്കാൻ, വിശ്വാസം വർദ്ധിക്കാൻ, ദൈവകൃപയുടെ വ്യാപാരം അമിതമായി നമ്മുടെ മേൽ പകരപ്പെടുന്ന ദൈവശക്തി തിരിച്ചറിയുന്ന ദൈവമക്കൾ അധരങ്ങൾ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ.